എന്നെ എന്ത് ചെയ്യാൻ സാധിക്കും ആർക്കെങ്കിലും? എൻ്റെ കേൾവി ശക്തി, എൻ്റെ ചെവിയിലേക്ക് വല്ല ഈയ ഉരുക്കി ഒഴിക്കേണ്ടി വരും ഞാൻ പാടുന്നത് നിർത്താൻ. അത് ഞാൻ സമ്മതിക്കൂ, എനിക്ക് 2 കൈയുള്ളതല്ലേ. മലർമണമാഞ്ഞല്ലോ, അത് ഹാർമോണിയത്തിലെ സംഗതിയാണ്. മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളവർ പോയല്ലോ, ഇത് വോക്കലിസ്റ്റിന്റെ സംഗതി. ആ പാട്ട് തുടരുത് എന്ന് പറയുന്നത് ജാതിവാദം പോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. ചില സാധനങ്ങളൊന്നും നിങ്ങൾക്ക് പ്രാപ്യമല്ല, നിങ്ങൾ അതിനെ തൊഴാൻ മാത്രമേ പാടുള്ളൂ, നിങ്ങൾ അതിനെ ആരാധിക്കാൻ മാത്രമേ പാടുള്ളൂ. ഇത് തന്നെയാണ് കർണാടക സംഗീതത്തിലെ ആൾക്കാർ, ചില ജാതിയിലുള്ളവർ കർണാടക സംഗീതം പാടരുതെന്ന് പറയുന്നതും ദേവരാജൻ മാഷിന്റെ പാട്ട് നീ പാടരുതെന്ന് പറയുന്നതിലുള്ള ജാതീയത സെയിമാണ്. ഏതാ പറയുക പാട്ട്? ആലുവ പുഴയുടെ തീരം. ഇതെന്തുവാ ഇത്? എൻ്റെ വോയിസിന് ഈ പാട്ടെങ്ങാനും വന്നാൽ എനിക്ക് വന്നത് ഹിറ്റാവേണ്ട സിനിമയും ഫ്ലോപ്പാവും, എൻ്റെ കരിയറും കൂടെ ഉള്ളതും കൂടെ അങ്ങ് ഇല്ലാതാവും. ഞങ്ങളുടെ കൂടെ മക്കളും കൊച്ചുമക്കളുമായിട്ട് 7 പൂച്ചകൾ, അതാണ് എൻ്റെ ഇവിടുത്തെ കുടുംബം. നെഞ്ചിലരിധിയേ എങ്കിലും നീയേ 3/4 മണിക്കൂറിൽ ഗോപിച്ചേട്ടൻ റെക്കോർഡ് ചെയ്ത് മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് കൊടുത്ത പാട്ടാണ്. 1-ാം രാഗം പാടി വരുമ്പോൾ എൻ്റെ ഹരീഷേട്ടാ, അതാ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഒരു സാധാ തൃശ്ശൂർക്കാരൻ വടക്കുന്നാ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഒരു തോർത്തൊക്കെ ഇട്ടിട്ട് നടക്കുമ്പോൾ പാടുന്ന പാട്ടാണ്. അതിനെയാണ് നിങ്ങളിങ്ങനെ ഒരു കച്ചേരി പോലെയൊക്കെ പാടുന്നത്. ഈ രംഗപുര വിഹാരമൊക്കെ പാടുമ്പോൾ ചമ്പരം പണിച്ചിരിക്കണം. എൻ്റെ പൊന്നു മാഷേ, ഇതൊക്കെ നടപടിയാവുന്ന കാര്യമാണോ? ഞാൻ പറയുന്നത് ചെരുപ്പിട്ടുകൊണ്ട് പാടിയാൽ കുഴപ്പമായി, പക്ഷെ ബാത്റൂമിൽ നിന്ന് പാടിയാൽ കുഴപ്പമില്ല. നിങ്ങളൊക്കെ ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത്? വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. സിനിമ സംഗീതത്തിന് ഇല്ലെങ്കിൽ സിനിമാ പാട്ടുകൾക്ക് ഹരീഷിന് അധികം ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് പാട്ടുകൾക്ക് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതെന്താണ് ഇത് കുറഞ്ഞു പോയതിൻ്റെ കാരണമായിട്ട് ഹരീഷ് മനസ്സിലാക്കുന്നത്? പല കാരണങ്ങളുണ്ട്. എൻ്റെ തന്നെ അസസ്മെൻ്റ് ആണ് അത്. ശരിക്കും എന്താണെന്നുള്ളത് അത് ഞാനല്ലാത്ത ഒരാളോട് ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടിയും ശരി. ഇത് എൻ്റെ ഒരു സെൽഫ് അസസ്മെൻ്റ് ആണ്. ഒരു സിനിമ പാട്ടിന് ആവശ്യമായ പല ഘടകങ്ങളുണ്ട്. ഒരെണ്ണം ആ സിനിമയുടെ കഥാപശ്ചാത്തലം, അതിൽ അഭിനയിക്കുന്ന ആൾ, അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഒരു മെലോഡിക് ഓർക്കസ്ട്രൽ ആൻഡ് ഓവറോൾ സ്ട്രക്ചർ, കമ്പോസറിൻ്റെ വിഷൻ, അതിൻ്റെ മുകളിൽ കൊമേഴ്ഷ്യൽ കൺസിഡറേഷൻ. ഇത്രയും ലെയേർഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉള്ള ഒരു സംഭവമാണ്. ഇതിൽ ഒരു പേരുണ്ടാക്കണമെങ്കിൽ 2 കാര്യം. ഒരെണ്ണം അനിതര സാധാരണമായ വെർസാറ്റിലിറ്റി ഉണ്ടാവണം. ഒരു വ്യത്യസ്തമായ ശബ്ദം, മറ്റാരെക്കാളും ക്രാഫ്റ്റ്, ഒരു എക്സെപ്ഷണലായിട്ടൊരു പാട്ട് പ്രൊജക്റ്റ് ചെയ്യാനും ഡെലിവർ ചെയ്യാനുമുള്ള മിടുക്ക്, ഒരു വലിയ ചരുവത്തിന് മൊത്തം ലക്ക്. ഇത് മൊത്തം കൂടെ കലക്കി കാടിവെള്ളം പോലെ നമ്മൾ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഔട്ട്കമാണ് ഒരു സിനിമയിലെ സക്സസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാരാമീറ്റർ സൂട്ടായില്ലെങ്കിൽ നമ്മൾ അതിനകത്തില്ല, നമ്മൾ ആ ഇക്വേഷനിലില്ല. ഇപ്പം ഞാൻ തന്നെ ആലോചിച്ചിട്ട് എന്നോട് തന്നെ പറയും, ഭാഗ്യം എൻ്റെ വോയിസിലെങ്ങാനും ആ പാട്ട് വന്നിരുന്നെങ്കിൽ കരിയർ തീർന്നു പോയേനെ. അകത്തിൻ്റെ പാട്ടിൻ്റെ ഒരു റെക്കോർഡിങ് നടക്കുമ്പോൾ രാജേഷ് മുരുകേശൻ, പ്രേമത്തിൻ്റെ കമ്പോസർ, എന്നെ വെറുതെ വിളിച്ചിട്ട് ചേട്ടാ ഇവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞൊന്ന് മൈ സ്റ്റുഡിയോ വരെ വരാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ വരാം. ഞാൻ പറഞ്ഞു, അപ്പം പുള്ളിയുടെ പിസ്ത സുവാക്കിലേക്ക് ഹിറ്റായിട്ട് ഞാൻ പുള്ളിയെ അപ്പം അങ്ങനെ അറിയുന്നതാണ്. ഞാൻ പോയപ്പം പുള്ളി ഒരു ഭയങ്കര ഹംബിളായിട്ടൊരു മനുഷ്യൻ, അവിടെ മറ്റേ ശബരീഷ് വർമ്മ അദ്ദേഹം അകത്തുണ്ട്. അപ്പോൾ എന്നോട് കയറാൻ പറഞ്ഞു. നേരെ ഒന്നാണ്, ചേട്ടാ ഒരു ചെറിയ സാധനം എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം, ചേട്ടാ ഒന്ന് കയറി. ഒന്നും വേറൊന്നും പറഞ്ഞിട്ടില്ല, കയറി ട്രാക്ക് ഇട്ട്. ഏതാ പറയുക പാട്ട്? ആലുവ പുഴയുടെ തീരം. ഞാനൊരു 4 മിനിറ്റ് പാടിയപ്പോൾ രാജ്യം, ചേട്ടാ ഇല്ല ശരിയാകത്തില്ല. ഞാനത് റെക്കോർഡ് ചെയ്തിട്ടപ്പോൾ ഇതെന്തുവാ ഇത്? എൻ്റെ വോയിസിന് ഈ പാട്ടെങ്ങാനും വന്നാൽ എനിക്ക് വന്നത് ഹിറ്റാവേണ്ട സിനിമയും ഫ്ലോപ്പാവും, എൻ്റെ കരിയറും കൂടെ ഉള്ളതും കൂടെ അങ്ങ് ഇല്ലാതാവും. അത് കൃത്യം അത് അവസാനം എനിക്ക് തോന്നുന്നു അത് ഒരുപാട് പേരെ കൊണ്ട് പുള്ളി അത് പാടിച്ചു നോക്കിയിട്ട് അവസാനമാണ് വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ വോയിസിൽ ആ പാട്ട് കൾമിനേറ്റ് ആവുന്നത്. അത് കറക്റ്റ് ചോയ്സാണ്. ആ ഒരു യങ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വോയിസിന്, ആ വിനീതിൻ്റെ വോയിസിന്, ആ ഒരു യൂത്ത്, ആ ഒരു പുള്ളിക്കൊരു ചെറിയ ഒരു ഓർഗാനിക് ആയിട്ടൊരു സാധനം കൊടുക്കാൻ വിനീത് ശ്രീനിവാസന് സാധിക്കും. പല പാട്ടുകളിലും പുള്ളി അത് വളരെ ലിബറലായിട്ട് ഉപയോഗിക്കും. ഒരു ട്രെയിൻഡ് സിംഗർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കല്ല, പ്രൊജക്ഷൻ അല്ല പുള്ളി ഉപയോഗിക്കുന്നത്. ഒരു സിമ്പിളായിട്ടൊരു അങ്കമാലിയിലുള്ള ഒരു പയ്യൻ പെണ്ണിൻ്റെ പുറകെ നടക്കുമ്പോൾ ഒരു രാഗവും സഞ്ചാരവും
സംഗതിയൊക്കെ ഇട്ടിട്ടാണോ പാടുന്നത്? അങ്ങനെയൊന്നും അല്ല അത് പാടേണ്ടത്. ഞാൻ പാടി വന്നപ്പോൾ എല്ലാം കൂടെ ഒരു വരി ഹാർമോണിയം വായിച്ച പോലെ ആണോ ഈ പാട്ട് പാടേണ്ടത്? അങ്ങനെയല്ല അത് പാടേണ്ടത്. അപ്പൊ ഇതൊരു എക്സാമ്പിളാണ്. ഇങ്ങനെ ഒട്ടും തന്നെ അനുയോജ്യമല്ല വോയിസ്. അതേസമയം ചിലപ്പോൾ വേറൊരു പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴേ ഇങ്ങേർക്ക് ഇത് എന്നെ വിളിക്കാമായിരുന്നു, ഇത് ഞാൻ പാടിയിരുന്നെങ്കിൽ കുറച്ചും കൂടിയും പാടിയത് കൊള്ളാം, പക്ഷെ വിളിച്ച് എനിക്ക് തരാമായിരുന്നു, ഞാൻ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ നന്നായന്. അങ്ങനെ തോന്നും. പക്ഷെ ആ പാട്ടിന് വിളിക്കില്ല. ആ പാട്ടിന് വേറെ ആരെയോ ആണ് കമ്പോസർ മനസ്സിൽ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ വേറെ ആളുടെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ പടം വന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംസാരിച്ച്. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഐ ഡിഡ് നോട്ട് ലാൻഡ് ഇറ്റ് റൈറ്റ്. ഇതിപ്പോൾ ഞാൻ പാടിയ ഏതെങ്കിലും ഒരു പാട്ട് ഭയങ്കര തീവ്ര ഹിറ്റായിരുന്നെങ്കിൽ നമ്മുടെ ഈ സംഭാഷണം ഇങ്ങനെ ആയിരിക്കില്ല നടക്കുക. വേറെ ഉദാഹരണത്തിന് ഞാൻ പാടിയ ഈ ഇടിവെട്ടിയിട്ട് ടോർച്ച് കത്തുന്ന പോലെ ഞാൻ പാടിയ 3 പാട്ട് എല്ലാം കൂടെ ബ്ലോക്ക് ബസ്റ്ററായി. അപ്പൊ പിന്നെ ബാക്കിയെല്ലാം മാപ്പാണ്. പിന്നെ ഞാനൊരു മോശം സിംഗറാന്നുള്ള സംസാരം കുറയും. സ്വന്തമായിട്ട് പാട്ടുണ്ടാക്കി പാടണോ എന്നുള്ള സംസാരം കുറയും. കാരണം സ്വന്തമായിട്ട് പാട്ടുണ്ടാക്കി പാടണ്ട, എൻ്റെതായിട്ട് തന്നെ 3-4 പാട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളതേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ പിന്നെ മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എനിക്ക് പറയത്തക്ക ഒരു വ്യത്യാസമില്ല. എന്നെപ്പോലെ പാടുന്ന ഒരുപാട് ഗായകരെ എനിക്കറിയാം. എന്നേക്കാളും ഭേദപ്പെട്ട രീതിക്ക് പാടുന്ന, എന്നേക്കാളും ക്രാഫ്റ്റുള്ള കുറേയേറെ പേര് എനിക്കറിയാം. ആ എന്നേക്കാളും ക്രാഫ്റ്റുള്ള പലർക്കും ഇനിയും വർക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയ അത്രയും പോലും വർക്ക് അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഇത്രയെങ്കിലുമൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് കിട്ടുന്നുണ്ട്, പ്രോഗ്രാം കിട്ടുന്നുണ്ട്, ഒരു ബാൻഡ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു 10 പാട്ട് പാടി പോസ്റ്റ് ചെയ്ത ഒരു 2 പാട്ടെങ്കിലും 10 പേര് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തീർത്തും പരാതിയില്ലാതെ, ഒന്നുകിൽ എനിക്ക് എന്തെങ്കിലും ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ടാലൻറ്റ് ഉണ്ടായിരുന്നിരിക്കണം, ഒരു വേറെ വോയിസ്, അല്ലെങ്കിൽ ഇത് ഇങ്ങേരു പാടിയാലേ ശരിയാവുന്നു, അങ്ങനെ പറയത്തക്ക ഒരു പ്രത്യേകതയൊന്നും എൻ്റെ ശബ്ദത്തിനില്ല. അങ്ങനെ ഒരു പറയത്തക്ക ക്രാഫ്റ്റും എനിക്കില്ല. എനിക്ക് നല്ല ക്രാഫ്റ്റ് ഉണ്ട്, പക്ഷേ എൻ്റെ ക്രാഫ്റ്റുള്ള കുറേ പേരുള്ള സ്ഥിതിക്ക് എൻ്റെ ക്രാഫ്റ്റിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. പിന്നെ വേണ്ടിയിരുന്നത് ലക്കാണ്. അത് സിനിമയിലല്ല കിട്ടിയത്, മറ്റു പലയിടങ്ങളിൽ കിട്ടി. അതിന് താങ്ക് യു. സിനിമയിൽ കിട്ടിയില്ല. ഇപ്പം ദ ടൈം ആൻഡ് ഏജ് ആൻഡ് പ്ലേസ് ആയാം. ഇപ്പം ഈ 2024 സെപ്റ്റംബറിൽ 44 വയസ്സായി. ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങനെ പോകുന്ന പോലെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഒരു 20 തൊട്ട് 30 വയസ്സിൽ സിനിമയിൽ പാടണം നല്ല ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അവസരം കിട്ടിയില്ല എന്നുള്ള വിഷമം ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഡിജക്ഷൻ, എന്താ എന്നെ വിളിക്കാത്ത, എന്താ എനിക്കൊരു ചാൻസ് കിട്ടാത്ത, ഞാനും പാടുന്നതാണല്ലോ, ആ തോന്നലിലൂടെ കടന്നു വന്ന് ഇപ്പം എത്തി നിൽക്കുന്ന പോയിന്റിൽ ആബ്സല്യൂട്ട്ലി ഹാപ്പി. ഇനിയിപ്പോൾ സിനിമയിൽ പാടാൻ വിളിച്ചാൽ പോവും, പാടാൻ വിളിച്ചില്ലെങ്കിൽ നോ പ്രോബ്ലം. ഇന്ന് വരെ ഞാൻ ഒരു പാട്ട് പാടാൻ വരില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാവരും വിളിച്ചാലും ഞാൻ പോയി പാടി നോക്കിയിട്ട് ഞാൻ തന്നെ മിക്കവാറും ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ പറയും, അല്ല സാറേ ഇതിനെക്കുറിച്ച് ബോധമുള്ള വേറെ ആരെങ്കിലും കൊണ്ട് ഇത് ചെയ്യിക്കുന്നതായിരിക്കും എനിക്ക് സാറിന് നല്ലത്. അങ്ങനെ ഇഷ്ടം പോലെ അവിടെ അങ്ങനെ ഇപ്പം സംഭവിക്കാറുണ്ട്. ചിലപ്പം അവർ പറയും, അല്ല ഹരീഷ് എനിക്ക് ഇങ്ങനെ തന്നെ മതി, ഇതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് ഒരു അടുത്ത് വന്ന ഒരു ഭയങ്കര ഓക്വേർഡായിട്ട് എൻ്റെ വോയിസ് ചിന്തിക്കാത്തൊരു പാട്ടിനാണ് രഞ്ജൻ രാജ് കമ്പോസർ, അദ്ദേഹം എന്നൊരു പഞ്ചായത്ത് കെട്ടിയ സിനിമയിൽ വന്നതിൽ ഞാൻ പാടുന്ന പാട്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പാട്ട് വിളിച്ച് എന്നോട് പാടാൻ പറഞ്ഞു. എന്നോട് ഫോണിലും അദ്ദേഹം അതാ പറഞ്ഞേ, അല്ല ഹരീഷേട്ട സ്ഥിരം പാടുന്ന സാധനമൊക്കെ എല്ലാവരും കേൾക്കുന്നതല്ലേ, ഇത് വേറൊരു സാധനം, ചേട്ടൻ വെറുതെ പാട് രസമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്തു. അത് ഗോപി സുന്ദറിന്റെ നെഞ്ചിൽ തീയെ ടൈറ്റിൽ സോങ് ഇല്ലേ, അത് പാടും. എന്താണ്? നെഞ്ചിലെരിതിയേ എങ്കിലും നീയേ പുഞ്ചിരികളോടെ പോവതെങ്ങു ദൂരെ വഞ്ചനത്തിയേ അങ്കമതിലൂടെ പോവതെങ്ങു ദൂരെ. ഭയങ്കര ഒരു 3/4 മണിക്കൂറിൽ ഗോപിച്ചേട്ടൻ റെക്കോർഡ് ചെയ്ത് മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് കൊടുത്ത പാട്ടാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് കരുനാഗപ്പള്ളിക്ക് കാറിൽ പോകുമ്പോൾ ഇടയ്ക്കുന്ന് വിളിച്ച്, അന്ന് വൈകുന്നേരം പടത്തിൻ്റെ ഓഡിയോ ലോഞ്ചാണ്, എന്നെ സ്റ്റുഡിയോയിൽ കയറ്റി പാടിച്ചു. ഞാൻ ഓരോ വരി പാടുന്നതനുസരിച്ച് പുള്ളി അത് എഡിറ്റ് ചെയ്തു, പ്ലേസ് ചെയ്ത് എനിക്ക് പൈസ തരാൻ നേരത്ത് പാട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇടിവെട്ട് വേഗതയിൽ ചെയ്തൊരു പാട്ട്. എനിക്കൊരു ലെവല് കിട്ടുന്നതിന് മുമ്പ് പാട്ട് തീർന്നു. ഞാനൊന്ന് ചിന്തിച്ച് മെലഡി ഒക്കെ എന്നോട് പറഞ്ഞാൽ സമയമൊന്നുമില്ല, പെട്ടെന്ന് കയറി
അങ്ങ് എടുക്കുന്ന പറഞ്ഞു. അങ്ങനെ എടുത്തു. അതിൻ്റെ മുകളിൽ പുള്ളിയും പാടി. അതാണ് തമാശ. ഞാൻ പാടി, എനിക്ക് തോന്നുന്നു ഞാൻ പൈസ മേടിച്ച് പോണതിന് മുമ്പ് തന്നെ അതിൻ്റെ മുകളിൽ പുള്ളിയുടെ പോർഷൻസൊക്കെ പുള്ളി പാടി. അത് ഗോപിസുന്ദർ സാറിനെ, ഗോപിച്ചേട്ടൻ അറിയുന്നവർക്കൊക്കെ പറയാം, ഇടത്ത് കയ്യിൽ എഡിറ്റ് ചെയ്യും, വലത്ത് കയ്യിൽ റെക്കോർഡ് ചെയ്യും, വായിൽ പാട്ട് പറഞ്ഞു തരും. അങ്ങനെ ഒരു മൾട്ടി ടാസ്കിങ് മനുഷ്യനാണ്. അതുകൊണ്ടാണ് ചിലർക്ക് വർക്ക് കൊടുക്കുന്നതെന്ന് സംവിധായകർ തന്നെ പറയാറുണ്ട്. എളുപ്പത്തിൽ പണി കഴിച്ചു തരും, പ്രോഡക്റ്റ് കിട്ടും. അങ്ങനെയല്ലല്ലോ, പുള്ളിക്ക് അതിന്റെ ക്രാഫ്റ്റ് ഉണ്ട്. കൂടി എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം അത്രയും കൂടുതൽ വർഷം വർക്ക് ചെയ്ത് അദ്ദേഹം സ്വന്തം കഠിന പ്രയത്നത്തിൽ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് അദ്ദേഹം ഉപയോഗിക്കുന്നു. അത്രേ ഉള്ളൂ. ഫാസ്റ്റ് ആയിട്ട് അസൈനം ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ക്രാഫ്റ്റ് ഒക്കെ പറയാൻ എളുപ്പമാണ്. അത്രയും ക്രാഫ്റ്റ് അക്വയർ ചെയ്യാൻ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി പാതിരാവായില്ല പൗർണമി. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17 18 പ്രായം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17 18 പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17 18 പ്രായം. ശരിക്കും ഹരീഷിന് ഈ പാട്ട് എന്താണ് ആക്ച്വലി? പാട്ടാണോ, പോയട്രി? പോയിട്രി അത് പി ഭാസ്കരൻ മാഷിൻ്റെ പോയിട്രി എന്ന് പറയുന്നത് സാഹിത്യമില്ലാതെ സാഹിത്യം. മറ്റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായ സാഹിത്യം, ഏറ്റവും മ്യൂസിക്കൽ മീറ്ററിൽ നമ്മളെ കരയിക്കുന്ന സാഹിത്യം എഴുതാൻ പറ്റുന്ന കുറച്ച് പേര്. ONV സാറ്, പി ഭാസ്കരൻ മാഷ്. ലാളിത്യം ആ മണിപ്രവാള പ്രയോഗങ്ങളില്ലാത്ത പാട്ടുകൾ കൂടുതലും പച്ച മലയാളം കൂടുതലും ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഞാൻ ഇത്രത്തോളം എനിക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇങ്ങനെ കൂട്ടുകാർ, ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ, ഞങ്ങൾക്ക് ഈ ഹാർമോണിയത്തിൽ കമ്പോസ് ചെയ്ത പാട്ടുകൾ പാടുന്ന രീതിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹാർമോണിയം സംഗതികൾ ഒരു ബ്ലെസ്സിങ് ആണ്. ചിലർക്ക് മാത്രമേ അത് വോയിസിൽ വരുള്ളൂ. ഈ പെട്ടിയിൽ ഇങ്ങനെ ഒരു വായിക്കുന്ന ഒരു റൂട്ടുകൾ അത് വോക്കൽസിലേക്ക് മാറുമ്പോൾ പലപ്പോഴും പെട്ടിയുടെ ചില ഗുണങ്ങൾ പോവും. കാരണം അത് വോയിസ് കിട്ടില്ല. കാരണം പെട്ടിയിൽ വായിക്കുന്ന സംഗതി വോയിസിലേക്ക് മാറ്റുമ്പം വോക്കൽ സംഗതിയായി മാറും. പക്ഷെ വോക്കൽ സംഗതിയും ബ്യൂട്ടിഫുൾ ആയിരിക്കും, പക്ഷെ പെട്ടി സംഗതി ആയിരിക്കില്ല കിട്ടുക. ഇതിനകത്ത് ഈ ബാബുക്ക പാടുമ്പോൾ, ബാബുക്കയുടെ റെക്കോർഡിങ് കണ്ടു കഴിഞ്ഞാൽ ബാബുക്കയുടെ വോയിസിൽ വരുന്നത് പെട്ടിയിലെ അതേ സംഗതിയാണ് വോയിസിൽ വരിക. അങ്ങനെ പാടുന്ന സിംഗേഴ്സ് എന്ന് പറയുമ്പോൾ ഗുലാം അലി ഖാൻ സാഹിബ്, അദ്ദേഹം ഹാർമോണിയത്തിൽ എന്താണോ വായിക്കുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ വോക്കൽ കോഡ്സ് എന്ന് വരിക. കൈയും തൊണ്ടയും 100% സിങ്ക് ആയിരിക്കും. കയ്യിൽ എന്താണോ പോയത് അതിൽ നിന്ന് ഒരു നോട്ട് എക്സ്ട്രാ വോയിസിൽ പോകത്തില്ല. അല്ലെങ്കിൽ വോയിസിൽ പോകുന്ന എക്സാക്ട്ലി അത് ഏതാണ് ആദ്യം വന്നതെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല. വോക്കലാണോ കൈയാണോ? അപ്പോൾ ഈ പാതിരാവായില്ല എന്നുള്ള പാട്ട്, അല്ലെങ്കിൽ മറ്റേ ഈ പാട്ടിലെ കണ്ണില്ല പാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ, അതൊക്കെ എനിക്ക് തോന്നുന്നത് ഭാസ്കരൻ മാഷിന്റെ വരികൾ തന്നെയാണ്. മറ്റേ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുട്ടെ, ഇതൊക്കെ ഞങ്ങൾക്ക് ഹാർമോണിയം പാട്ടുകളാണ്. അപ്പോൾ ഈ ഹാർമോണിയം സംഗതി പാടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു തീർത്ത ആഗ്രഹം, മോഹം. എത്താൻ പറ്റുമോ എന്നൊന്നും അറിയില്ല, പക്ഷേ ഈ മോഹത്തിൻ്റെ പുറകെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രാക്ടീസ് അതിന് കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് അത് ചിലപ്പോൾ ഈ ചെറിയ പേരൊന്നും പറഞ്ഞ് ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ താങ്കൾ കേൾക്കണ്ട. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ ഒരുപാട് അറിയപ്പെടേണ്ട ഒരു ഗായകനാണ്, മറ്റേ അരുൺദാസ് എന്ന് പറഞ്ഞ കോഴിക്കോടുള്ളത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബാബുക്കയുടെ കൂടെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അതുപോലെ സത്യജിത്ത് സഞ്ജു എന്ന് പറഞ്ഞ വേറൊരു പയ്യൻ, ശ്രീനാഥ് നായർ, ഇവരൊക്കെ ഹാർമോണിസ്റ്റുകളാണ്, ഹാർമോണിയം പ്ലേ ചെയ്ത് പാടുന്നവരാണ്. അവർ പാടുമ്പോൾ ഈ പാട്ട് വേറെ പോലെ ഇരിക്കും. ഇപ്പോൾ പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17 18 പ്രായം, മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. ഇതാണൊരു വോക്കൽ രീതി. കറക്റ്റ്
താളത്തിന്. ഇത് പെട്ടിയുള്ളൊരു പാടുമ്പോൾ എനിക്കത് കൃത്യമായിട്ട് കിട്ടില്ല, പക്ഷെ ഒരു 70% കിട്ടും എന്ന് കൂട്ടാമല്ലോ. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17 അത് പെട്ടിയുടെ സംഗതിയാണ്. 17 18 പ്രായം. ഈ സാധനങ്ങളൊക്കെ ഈ നല്ല പാൽപ്പായസം കുടിച്ച ഫീലിംഗ് ആണ്. അതാ മറ്റേതുപോലെ പാടിയത് കിട്ടുകയില്ല അല്ലേ. മലർമണം മാഞ്ഞല്ലോ, അത് ഹാർമോണിയത്തിലെ സംഗതിയാണ്. മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ, ഇത് വോക്കലിസ്റ്റിന്റെ സംഗതി. മലർമണം മാഞ്ഞല്ലോ സൗണ്ട് ഇല്ല, അത് പെട്ടി സംഗതിയാണ്. അത് പെട്ടിക്കാർക്ക് മാത്രമേ ആ സാധനം വരുള്ളൂ. ബാബുക്ക ഹാർമോണിയത്തിൽ വായിക്കുന്നത് ദൈവം ഹാർമോണിയത്തിൽ കയറിയ പോലെ ഇരിക്കും. അത് റെക്കോർഡിങ്സ് കേട്ടാൽ ഞാൻ പറയണ്ട, അത് ഇമോഷണലാണ് നമുക്കത് കേൾക്കുമ്പോൾ. അതുപോലെ എങ്കിലും എന്നോ മലാൾക്കു താമസിക്കാനിൻ കരളിൽ, ഇതാണ് പടത്തിലുള്ളത്. അത് താമസിക്കാനിൻ കരളിൽ എന്നൊരു സാധനമുണ്ട്, പുള്ളി പാടുതലുണ്ട്, ഞാനിരുന്ന സംഗതി അല്ല അത്. ബാബുക്ക പാടിയ റെക്കോർഡിങ് തിരിച്ചു പോയി കേട്ടെ. താമസിക്കാനിൻ കരളിൽ, ഇത് അഗൈൻ ഹാർമോണിയത്തിൽ പോകുന്ന റൂട്ടാണ്. ഇപ്പം എനിക്ക് ഈ പാതിരാവായില്ല താങ്കൾ ചോദിച്ചപ്പോൾ ആ ഹാർമോണിസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ സാധനമില്ലേ, അത് കിട്ടിക്കുക എന്നുള്ളത് ഭയങ്കര മോമെൻ്റ് ഓഫ് ഹാപ്പിനെസ്സാണ്. അതുകൊണ്ട് ഞാൻ എത്രയോ വർഷം പാടി 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 എനിക്കിപ്പോഴും ഒരു 60-70% ക്രാഫ്റ്റേ ഉള്ളൂ ഈ ഹാർമോണിയ സംഗതികൾ. പക്ഷേ ഒരു പൊതുവെ പാടുന്നവരെക്കാളും കുറച്ചും കൂടെ ഭേദപ്പെട്ട രീതിക്ക് എനിക്ക് സാധനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിനെ പലരും സംഗതി തെറ്റിദ്ധരിക്കാറുണ്ട്. സംഗതി അല്ലാതെ ആ ഇൻസ്ട്രുമെൻറ്റിന് ഒരു ഹാൻഡിക്യാപ്പ് ഉണ്ട്. ഇത് പ്രധാനമാണ്, എനിക്കിത് പറയാനൊരു അവസരം. ഓരോ വാദ്യത്തിനും അതിൻ്റെതായ സ്ട്രെങ്ത്തും ഹാൻഡിക്യാപ്പും ഉണ്ട്. ഹാർമോണിയത്തിൻ്റെ ഹാൻഡിക്യാപ്പ് എന്താണ്? ഹാർമോണിയം കട്ടയാണ്. അപ്പോൾ ഒരു കട്ടയിൽ നിന്നും മറ്റൊരു കട്ടയിലേക്ക് വളച്ച് കൊണ്ടുപോകാനുള്ള മേക്കില്ല ഹാർമോണിയത്തിന്. സ്റ്റക്കാറ്റോ ആയിട്ട് മാത്രമേ എന്നേ വായിക്കാൻ പറ്റുള്ളൂ. അത് തന്നെ വയലില് എന്ന് വായിക്കാം, വയലിനിൽ അത് തന്നെ കിട്ടാറില്ല എന്ന് വായിക്കാം. പക്ഷെ ഹാർമോണിയത്തിന് മാത്രം ഇങ്ങനെ വായിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഡിസഡ്വാൻറ്റേജിനെ ഹാർമോണിയം പ്ലേയേഴ്സ് സിവിയർ അഡ്വാൻറ്റേജ് ആയിട്ട് കൺവെർട്ട് ചെയ്യും. കാരണം ഹാർമോണിയത്തിൽ മാത്രം പ്ലേ ചെയ്യാൻ പറ്റുന്ന ചില റൂട്ടുകളുണ്ട്. അത് കട്ടായിട്ട് കട്ട മൂവ് ചെയ്താലേ ആ സംഗതി കിട്ടുള്ളൂ. അത് വോക്കൽസിൽ കൊണ്ടുവരാന്ന് പറയുന്നത് എഫേർട്ടാണ്, ടഫ് എഫേർട്ടാണത്. അത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ആസ്പിറേഷൻ. അപ്പോൾ ഈ പാട്ട് പാതിരാവായിലാണെങ്കിലും ചില ദേവരാജ മാഷിയുടെ ചില പാട്ടുകൾ അദ്ദേഹം പാടിയപ്പോൾ ഞാൻ പാടാനുള്ള അതിക്രമമൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഒന്നിനെ ശ്രുതി താഴ്ത്തി അദ്ദേഹം പാടിയൊരു റെക്കോർഡിംഗ് ഇപ്പോൾ അവൈലബിൾ ആണ്, യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. കറക്റ്റ് ഹാർമോണിയ കട്ടയിൽ കൈ സഞ്ചരിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ശബ്ദം സഞ്ചരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് വേറൊരു വോക്കലിസ്റ്റ് പാടുമ്പോൾ അങ്ങനെയല്ല അത് കിട്ടുന്നത്. രണ്ടിനും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പാട്ടുകൾ, ബാബുക്കയുടെ പല പാട്ടുകളും ഈ ഹാർമോണിയം റൂട്ട്സിനെ എത്രത്തോളം ഇംബൈബ് ചെയ്ത് നമുക്ക് പാടാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ നേരത്തെ പറഞ്ഞാൽ ഭാസ്കരൻ മാഷ് അതാ കറക്റ്റ് ലെങ്ത് ഓഫ് മീറ്റർ കൊടുക്കുകയും ചെയ്യും. അനാവശ്യ വാക്കുകളോ കഠിനമായ ശബ്ദങ്ങൾ ഉണ്ടാവില്ല. ഈ ഠ ട ഖ ഛ പോലത്തെ സൗണ്ടുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ അച്ഛൻ എന്ന് പറയുന്നിടത്ത് ഛ എന്നുള്ള സൗണ്ടില്ലേ, അത് ഇല്ലാതെ കണ്ണില്ല പാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ മണ്ണിതിലുണ്ടായ വിണ്ണല്ലേ താമരമിഴിയെന്നോ തങ്കത്തിൻ കവിലെന്നോ തപ്പുന്ന വിരലിനാൽ കാണട്ടെ ഞാൻ. ഒരു ഇത്ര താങ്കൾ ശ്രദ്ധിച്ചോ, എല്ലാ കൂടുതലും വേർബ് സൗണ്ട്സ് ആണ്. കൂടുതൽ കഠിനമായിട്ടുള്ള ഈ തെറിക്കുന്ന ശബ്ദങ്ങളില്ല. അതിനെ ഈ ട്യൂണിലേക്ക് ആക്കി എന്നുള്ളതുകൊണ്ടാണ് ഈ പാട്ടൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ടിയേഴ്സിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ മെയിൻ റീസൺ.
സിംഗറിന് വിചാരിച്ചാൽ പോലും കാഠിന്യം കൊടുക്കാൻ പറ്റില്ല. ഒരു വോക്കലിസ്റ്റിന് ഈ ബലം പിടിക്കാനും വേണ്ടേ, ട്യൂണിൽ എന്തെങ്കിലും ബലമേ പിടിക്കാൻ പറ്റില്ല. അത്രയും പൊടിച്ച പഞ്ചസാര തൂവുന്ന പോലെയുള്ള പാട്ടുകളാണ്. അത് ബാബുക്കയ്ക്ക് മാത്രം സ്വന്തം. വേറെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ വേറൊരു കമ്പോസറിനും അത് എനിക്ക് തോന്നുന്നില്ല അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്. ഏത് പാട്ടെടുത്താലും ആ ഒരു മെലഡി, വാക്കുകളുടെ കാഠിന്യം കയറി വരാതെ മെലഡി പാടാൻ പറ്റുക എന്നുള്ളത് ബാബുക്കയുടെ പാട്ടുകൾക്ക് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ആ ഒരു എഫക്റ്റ് കൊടുക്കാൻ പറ്റുന്നു. അതേപോലെ ഒരു കാര്യത്തിലൂടെ അഭിപ്രായം വേണ്ടത്, ഈ മ്യൂസിക്കിലെ ജാതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മതത്തെ സംബന്ധിച്ചൊക്കെയുള്ള വർത്തമാനങ്ങൾ ലീഡ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഹരീഷ്. ശരിക്കും അത് അങ്ങനെ തന്നെ സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ട് ഒരു കലാകാരൻ ഉറപ്പായിട്ട് അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടതുണ്ട്. പരിപൂർണമായിട്ട് ഉറപ്പുള്ളതുകൊണ്ടും പറയണമെന്ന് തോന്നുന്നുകൊണ്ടും പറയുന്നതാണ്. ഈ ഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ പല ജോണേഴ്സിൽ നിന്ന് നമ്മൾ പല രീതിയിൽ മ്യൂസിക്കിനെ കൺസീവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സീന് കുറേ മാറിയെങ്കിലും പല സ്ഥലങ്ങളിലും ഈ പറയുന്ന പോലെ ചെറിയ മ്യൂസിക്കിൻ്റെ വ്യത്യാസങ്ങളെ പോലും വിമർശിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇത്രയും മാറ്റിയെടുക്കാൻ പറ്റി. അത് ഇത്തരത്തിലുള്ളൊരു വിപ്ലവകരമായ വർത്തമാനങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയാണ്. ഇപ്പൊ എങ്ങനെയാണ്? മിടുക്കന്മാരാണ്. അതുകൊണ്ടാണ് ചെറുപ്പക്കാർ പിള്ളേർ ഇപ്പോഴത്തെ ഒരു 20 തൊട്ട് 30 വയസ്സ് പ്രായമുള്ള അവരാണ് ഇപ്പോഴത്തെ ഈ സൊസൈറ്റി മുമ്പോട്ട് നയിക്കുന്ന. നമ്മളൊക്കെ പാസിംഗ് ജനറേഷൻ, ട്വൈലൈറ്റിലേക്ക് പോകുന്ന ജനറേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്തമനത്തിലേക്ക് നടക്കുന്ന ഒരു ജനറേഷനാണ്. ഒരു ലിറ്ററലി ഉദിച്ചുയരുന്ന ഒരു ജനറേഷൻ. അവരും മിടുക്കന്മാരാണ്. അവർക്ക് വായനയുണ്ട്, അവർക്ക് ചട്ടക്കൂടുകൾക്ക് വിരുദ്ധമായ സൗഹൃദങ്ങളുണ്ട്, അവർക്ക് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം അവർക്ക് ഉണ്ട്. അതുപോലെ തന്നെ അവർ പഠിക്കുന്ന സാഹചര്യവും അവർക്ക് കിട്ടുന്ന എക്സ്പോഷറും അവരെ ബ്രോഡ് മൈൻഡഡ് ആവാൻ. അതിനകത്ത് 20 വയസ്സിൽ അമ്മാവൻ മെൻറ്റാലിറ്റി ഉള്ളവരുണ്ട്, പക്ഷെ അവരെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അത് എല്ലായിടത്തും ആ ഒരു അപാകതകൾ എന്നും നിലനിൽക്കും. പക്ഷേ ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാരും ബ്രോഡ് മൈൻഡഡ് ആണ്, വളരെ സ്ട്രോങ് ആയിട്ട് ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിക്കുന്നവർ. അങ്ങനത്തെ ഒരു ഓഡിയൻസിലേക്ക് നമ്മളുടെ ഒപ്പീനിയൻസ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. ഒരു തരത്തിലും മാറാൻ സാധ്യതയില്ലാത്തവരൊന്നും നമ്മൾ എന്തിനെക്കുറിച്ച് സംസാരിച്ചാലും അവരതിനെ എതിർക്കാൻ വേറൊരു വഴി കണ്ടുപിടിക്കുമെന്നല്ലാതെ ആ മല അബ്ദുള്ളയുടെ അടുത്തേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. ആ ജനറേഷൻ അങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ വരുന്ന ചെറുപ്പക്കാരെ നമുക്ക് കുറച്ചെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അവർ നമ്മൾ കണ്ട വെളിച്ചം അവർ ആ വെളിച്ചത്തിലേക്ക് എത്തും. നമുക്ക് ആ പ്രായം കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ആ വെളിച്ചത്തിലേക്ക് നേരത്തെ എത്തിയത്. അത് അവരിലേക്ക് നേരത്തെ എത്തിക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അവർ തന്നെ സഞ്ചരിച്ച് ആ വെളിച്ചത്തിലേക്ക് അവരെത്തും. അതാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ രണ്ടാമത്തേത്, എനിക്കിപ്പോൾ നഷ്ടപ്പെടാനൊന്നും ബാക്കിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഒരുപാട് സിനിമകളിൽ പാടണം എന്നുള്ളൊരു ആസ്പിറേഷൻ എനിക്കുണ്ടോ? ഇല്ല. ഇനി എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഫേമസ് ആയി ഒരു ക്യാബിനറ്റ് മുഴുവൻ അവാർഡുകൾ വാങ്ങിക്കൂട്ടി നിറച്ചൊരു വലിയ ആളാവണം എന്നെനിക്ക് ഒരു ആസ്പിറേഷൻ ഉണ്ടോ? ഇല്ല. എനിക്കുള്ള ആസ്പിറേഷൻ എന്താ? എനിക്ക് പറ്റുന്നിടത്തോളം പാടണം. എൻ്റെ ചെവി കേൾക്കുന്നിടത്തോളം എനിക്ക് സന്തോഷം തരുന്ന പാട്ടുകൾ പാടണം. അത് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാലം വരെ ലൈവ് പ്രോഗ്രാം നടക്കും. ഒരു കാലം കഴിയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം വിരളമാവുമ്പോൾ ആരും വിളിക്കാതെ ആവും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് പാടും. അപ്പോൾ എന്തായാലും ഞാൻ പാടും. പണ്ടും അങ്ങനെ ആയിരുന്നു. കേൾക്കാനില്ലാത്തൊരു കാലത്ത് കേൾക്കുന്ന കാലത്തിലേക്ക് തിരിച്ച് എല്ലാ മനുഷ്യരും ആ ഉദയം, ഉച്ചസൂര്യൻ, അസ്തമയം, ഇത് എല്ലാ മ്യൂസീഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നും കത്തി നിൽക്കാനൊന്നും ആർക്കും സാധിക്കില്ല. എനിക്ക് ഒരു ആംബിഷനും ഇല്ല ഇനി. എനിക്ക് ആർക്കും നോബഡി ക്യാൻ ഓഫർ മീ എനിത്തിങ്. അതുകൊണ്ട് തന്നെ ആ പ്രിവിലേജ് ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. കാരണം നഷ്ടപ്പെടാനില്ലാത്തവനാണല്ലോ എപ്പോഴും ഏറ്റവും കൂടുതൽ ഓപ്പണായിട്ട് സംസാരിക്കാൻ ഉള്ള ഒരു പ്രിവിലേജ് കിട്ടുന്നത്. പലർക്കും ആ പ്രിവിലേജ് ഉള്ളത് അവരുടെ കുറ്റമല്ല. ഉദാഹരണത്തിന് ആരെയും പിണക്കാതെ ജീവിക്കേണ്ട സാഹചര്യങ്ങൾ എനിക്ക് ജീവിതത്തിലുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഈ പ്രിവിലേജ് വെച്ചാണോ എൻ്റെ ഓഫീസിൽ പോയി സംസാരിക്കുന്നത്? അല്ലല്ലോ. അവിടെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവിടെ പറയേണ്ടതേ പറയുള്ളൂ, ചെയ്യേണ്ടതേ ചെയ്യുള്ളൂ. ഇവിടെ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് വലിയ ആളായിട്ട് നമ്മൾ നിലപാടെടുക്കുന്നു. ഈ എല്ലാത്തിനകത്തും ഒരു എന്താ പറയുക, സത്യസന്ധത കുറവുണ്ടല്ലോ. നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത സത്യങ്ങൾ പറയാൻ നമുക്ക് എപ്പോഴും ഭയങ്കര എളുപ്പമാണ്. നമുക്കെന്തെങ്കിലും കുറവോ ബുദ്ധിമുട്ടോ ചാലഞ്ചോ വരുന്ന സത്യം പറയുമ്പോഴാണ് യഥാർത്ഥത്തിലാണ് സത്യസന്ധനാവുന്നത്. ഇപ്പം എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ വരുന്ന കാര്യം സത്യം പറയുന്നത് കൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു വലിയ നിലപാടിൻ്റെ രാജാവാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. ശരിക്കും നിലപാടിൻ്റെ രാജാവ് ആരാന്നറിയോ? ഇതുകൊണ്ട് എല്ലാ നഷ്ടങ്ങളും വന്നാലും കുഴപ്പമില്ല, ആ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഞാൻ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കും എന്ന് പറയുന്ന ആളാണ് യഥാർത്ഥ നിലപാടുള്ള ആൾ. ഞാൻ ആ ആളൊന്നുമല്ല. എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാവില്ല എന്ന് പരിപൂർണ ബോധ്യമുള്ളതുകൊണ്ട് ആ ഭാഗത്ത് നിന്നുകൊണ്ട് എനിക്ക് തോന്നിയത് ഞാൻ വിളിച്ചു പറയുന്നു.
അതുകൊണ്ട് അതിനെ ഒരു ഗ്ലാമറൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ നിലപാടുകളെ എന്തോ ഒരു വലിയ ഒരു വിപ്ലവകരമായ ഒരു നിലപാടിൻ്റെ ഒരു ഉപജ്ഞാതാവോ അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗേറ്ററാണ് ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണ എനിക്കില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഉപയോഗമുള്ള കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് ചെറുപ്പക്കാർ കേട്ട് കുറച്ചെങ്കിലും അതിൽ നിന്ന് അവർ എന്തെങ്കിലും പ്രചോദനം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ആർട്ട്. ആ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഈ നമ്മൾ ജാതി മത വ്യത്യാസം എന്തിന്, ഈ ഉദാഹരണത്തിന് ഈ ബിംബവൽക്കരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതിവാദം പോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരാളെ ബിംബവൽക്കരിക്കുമ്പോഴാണ് ഈ ഉദാഹരണത്തിന് ആ പാട്ട് തുടരുത് എന്ന് പറയുന്നത് ജാതിവാദം പോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാധനങ്ങളൊന്നും നിങ്ങൾക്ക് പ്രാപ്യമല്ല, നിങ്ങൾ അതിനെ തൊഴാൻ മാത്രമേ പാടുള്ളൂ, നിങ്ങൾ അതിനെ ആരാധിക്കാൻ മാത്രമേ പാടുള്ളൂ. ഇത് തന്നെയാണ് കർണാടക സംഗീതത്തിലെ ആൾക്കാർ, ചില ജാതിയിലുള്ളവർ കർണാടക സംഗീതം പാടരുതെന്ന് പറയുന്നതും ദേവരാജൻ മാഷിയുടെ പാട്ട് നീ പാടരുതെന്ന് പറയുന്നതിലുള്ള ജാതീയത സെയിമാണ്. ബേസിക്കലി എല്ലാ ആർട്ടും എല്ലാവർക്കും പാടാനും കേൾക്കാനും സന്തോഷിക്കാനും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് സംഗീതം. അല്ലാതെ ഞാൻ ഉണ്ടാക്കിയ പാട്ടിന് ഞാൻ ഉണ്ടാക്കി വെച്ച പോയിന്റ് അപ്പുറത്തേക്കുള്ളത് ഒന്നും പ്രാപ്യമല്ല എന്നൊക്കെ പറയുന്നത് നമ്മളുടെ അകത്തുള്ള ഒരു ഫ്യൂഡൽ ചിന്താഗതി പുറത്തേക്ക് വരുന്നതാണ്. ഈ ആസ്വാദകരുടെ മൈൻഡിൽ ഈ ഫ്യൂഡലിസം ഉള്ളത് കൊണ്ടാണ് എന്തോ ഒരാൾ പാടുമ്പോൾ നീ എങ്ങനെ അത് പാടും, അതൊരു മഹാൻ ചെയ്തു വെച്ച സംഭവമല്ലേ, അതെങ്ങനെ, അത് റെസ്പെക്റ്റിൽ നിന്ന് വരുന്ന ഫീലിംഗ് അല്ല. റെസ്പെക്റ്റിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയുക, നമ്മൾ ഒരു അമ്പലത്തിൽ പോയി ഭജന പാടുമ്പോൾ ആരെങ്കിലും താൻ എങ്ങനെ ഭീംസൻ ജോഷി പാടിയ ഭജന താൻ എങ്ങനെ പാടുന്ന ആരും പറയുന്നില്ലല്ലോ. അവിടെ റെസ്പെക്റ്റ് ദൈവം എന്നുള്ള ഒരു പ്രതിഭാസത്തിനാണെന്നുള്ളതിൻ്റെ ബോധ്യം നമുക്കുള്ളതുകൊണ്ടല്ലേ എല്ലാവരും പോയി അമ്പലത്തിൽ ഭജന പാടുമ്പോൾ ആരെങ്കിലും വന്ന് സംഗതി തെറ്റിപ്പോയിന്നോ ശ്രുതി ചേർന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അപ്പൊ ഇതിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊന്നും ചെയ്യരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതിനൊക്കെ ചില സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിലേക്ക് ചിലർക്ക് മാത്രമേ പോകാൻ അനുവാദമുള്ളൂ. അതിനെയൊക്കെ നമ്മൾ അതിനിശ്ചിതമായിട്ട് ആടപടലം നമ്മൾ എതിർത്തിരിക്കും. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ സംസാരിച്ചത് നിങ്ങൾ കേട്ടല്ലോ, ഞാൻ രവീന്ദ്ര മാഷേയും ജോൺസൺ മാഷിനെയും വിദ്യാസാഗർ സാറിനെ റഹ്മാൻ സാറിനെ രാജ സാറിനെയൊക്കെ എന്താ പറയുന്നത്, ഒരു കലയുടെ ഏറ്റവും ഉന്നത പോയിന്റിൽ കണ്ട് ആരാധിച്ച് ബഹുമാനിക്കുന്ന ഒരാളാണ്. അത് എന്നെ അറിയുന്നവർക്കും എൻ്റെ പാട്ട് എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അവരെ ബഹുമാനിക്കുന്നത് അവരുടെ പാട്ടുകൾ പാടാതെയല്ല. അവർക്ക് ഞാൻ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ബഹുമാനം അവരുടെ പാട്ടുകൾ പാടിയിട്ടാണ്. അപ്പോൾ അവരുടെ സാധനത്തിലേക്കൊന്നും നമ്മൾ കടന്നു ചെല്ലാനൊന്നും നീ ആയിട്ടില്ല എന്ന് പറയുന്നത് ആ ഒരു മാടമ്പി വിമർശനമില്ലേ, നീ ചെയ്യരുത്, അത് കൈ വെച്ചിരുന്നാൽ മതി. അത് വിമർശനമൊന്നുമല്ല. വിമർശനത്തിനും ഒരു ഡിഗ്നിറ്റി ഒക്കെ ഉണ്ട്. വിമർശനം നമ്മളെന്ന് സ്വീകരിക്കുന്ന ഒരാളാണ്. ഇത് ബേസിക്കലി അമ്പലത്തിൽ കയറരുത്, അല്ലെങ്കിൽ ആ കളി നീ കളിക്കരുത്, അല്ലെങ്കിൽ ഈ വസ്ത്രം ധരിക്കരുത്, അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്നതിലൊക്കെ താങ്കൾക്കൊരു ഫാസിസം ഫീൽ ചെയ്യുന്നില്ലേ? എനിക്ക് അതേ ഫാസിസമാണ് ഈ പാട്ടിൽ ഈ സംഗതി പാടരുതെന്ന് പറയുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അത് പറയാൻ നിങ്ങൾ ആരാണ്? സൃഷ്ടാവിനില്ലാത്ത എന്ത് റൈറ്റാണ് ശ്രോതാവിനുള്ളത്? സൃഷ്ടാവിന് തന്നെ ഇത് പറയാൻ സാധിക്കുമോ? പബ്ലിക് ഡൊമൈനിലുള്ള ഒരു സാധനത്തിനെ വീണ്ടും ഒരാൾ പ്രാവർത്തികമാക്കരുതെന്ന് ഒരു സൃഷ്ടാവിന് പറയാൻ സാധിക്കും? അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എന്താണ്? നടക്കുന്ന കാര്യമാണോ ഇത്? ഇപ്പോൾ ഉദാഹരണത്തിന് ലൈവിൽ പാടുന്ന ഒരാളുടെ ഷോ വേണമെങ്കിൽ പോയി തടയാം. എത്രയോ പേര് വീട്ടിലെ വെള്ളമടി പാർട്ടിയിൽ ഇരുന്ന് പാടുന്നത്, ആ വീട്ടിലൊക്കെ താങ്കൾ പോയി തടയുകയോ? ഒരു റോട്ടിൽ കൂടെ കുറച്ച് മദ്യം കഴിച്ചിട്ട് നടന്നു പോകുന്ന ഒരാൾ വളരെ സന്തോഷമായിട്ട് നില അതുവാ നത്തുമേലേന്ന് പാടുന്നത് തടയാൻ പറ്റുമോ? പറ്റില്ല. ആത്യന്തികമായിട്ട് കലയെയൊക്കെ തടയാൻ ആർക്കാണ് സാധിക്കുക? എന്നെ പാടാതെ ആക്കാൻ ആർക്കാണ് പറ്റുക? എൻ്റെ പാട്ട് ഇഷ്ടപ്പെടണ്ട, കേൾക്കണ്ട, പാടരുത്. ഇതൊക്കെ ചെയ്തു വെച്ച ആൾക്കറിയാം. അതിൽ കൂടുതലൊന്നും താൻ ചെയ്തു വെച്ച ആൾക്കറിയാമെന്ന് അദ്ദേഹം വന്ന് പറഞ്ഞിട്ടൊന്നും പോയിട്ടില്ലല്ലോ. ചെയ്തു വെച്ച ആൾക്ക് ആ തെറ്റിദ്ധാരണയില്ല. നിങ്ങൾക്കാണ് ആ തെറ്റിദ്ധാരണ. അവരുടെ വർക്ക് എന്തോ സാക്രോ സാങ്ക്റ്റാണ്, അതെന്തോ ഒരു ബിംബമാണ്, അതിനെ ചില്ലുകൂട്ടിൽ വെച്ച് ആരാധിക്കാൻ മാത്രമേ പാടുള്ളൂ, അതിലേക്കൊരു കുങ്കുമക്കുറി തൊടിയിക്കാൻ പാടില്ല. ഇതൊക്കെ ഫാസിസം ചിന്താഗതിയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ടല്ലേ ചിലർക്ക് മാത്രമേ ബിംബം തൊടാൻ പാടുള്ളൂ, ചിലർക്ക് മാത്രമേ ഇതൊക്കെ കേൾക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നം, താങ്കൾക്ക് ആ പ്രശ്നം ഇമ്മീഡിയറ്റ്ലി ഫീൽ ചെയ്യല്ലേ കയറാൻ പാടില്ല എന്ന് പറയുമ്പോൾ? അതെന്താ ഇതിനകത്ത് മാത്രം ഫീൽ ചെയ്യാത്തത്?
ഹരീഷ് പാടുമ്പോൾ എന്തത്ര വലിയ പ്രശ്നം, അല്ലെങ്കിൽ നാളെ വേറൊരാൾ പാടുമ്പോൾ എന്തത്ര വലിയ പ്രശ്നം എന്താ? ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞോളൂ. എന്താണ് നിങ്ങൾക്ക് ഇത്രയും അയ്യോ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ബിംബം, ആ ബിംബത്തെ എൻ്റെ വല്ല വെച്ച് തരരുത്. ഞാൻ കൊണ്ടു നടക്കുന്ന വേറൊരു ബിംബമുണ്ട്, അതിന് ഇത് സ്വീകാര്യമാണ്. നിങ്ങൾ കൊണ്ടു നടക്കുന്ന ബിംബത്തിനെ നിങ്ങൾ സംരക്ഷിച്ചോളൂ, എൻ്റെ ഭാഗത്തേക്ക് വരാതെ എന്നാൽ മതി. ഇതാണ് ഞാൻ എൻ്റെ എഴുത്തിലൂടെയും പറയാൻ ശ്രമിക്കുന്നത്. ഹരീഷ് പാടുന്നതോ വേറൊരു ഗായകൻ പാടുന്നതോ എല്ലാം നല്ലതെന്നുള്ള അഭിപ്രായം പാടുന്ന ആൾക്ക് തന്നെ ഇല്ല. ഞാനാണ് ഏറ്റവും നല്ല ഗായകൻ എന്ന അഭിപ്രായം, അത് പോയിട്ട് ഞാൻ താരതമ്യേന വളരെ ശരാശരി നിലവാരമുള്ളൊരു ഗായകനാണെന്ന് ഓപ്പണായിട്ട് ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരാളാണ് ഞാൻ. ഒരു ശരാശരിയിൽ കൂടുതൽ എന്തെങ്കിലും കഴിവ് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ശരാശരി ഗായകന് എന്തൊക്കെയോ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട്, അവസരങ്ങൾ കിട്ടിയത് കൊണ്ടും, ലക്കുള്ളത് കൊണ്ടും, കുറേ പേർ എൻ്റെ പാട്ട് കേട്ടത് കൊണ്ടും, കുറച്ച് പേർക്ക് എൻ്റെ പാട്ടിലേക്ക് എത്താൻ പറ്റിയെന്നുള്ളതിൽ കൂടുതൽ ഞാൻ എൻ്റെ സംഗീതത്തിനോ എൻ്റെ കഴിവിനോ യാതൊരു എക്സ്ട്രാ മൂല്യവും കൽപ്പിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ അടുത്ത് വന്നിട്ടാണോ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്? ഇതൊക്കെ ആര് കേൾക്കും? എന്നെ എത്ര വരെ നിങ്ങൾ ട്രോളും, എത്ര വീഡിയോ ഇപ്പോൾ കമൻറ്റ് ചെയ്യും? 10 വീഡിയോ ട്രോൾ ചെയ്താൽ 20 വീഡിയോ പിന്നെയും പാടും. 10 പാട്ടിൽ ഇമ്പ്രവൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 20 പാട്ടിൽ ഇമ്പ്രവൈസ് ചെയ്യും. എന്നെ എന്ത് ചെയ്യാൻ സാധിക്കും ആർക്കെങ്കിലും? എൻ്റെ കേൾവി ശക്തി, എൻ്റെ ചെവിയിലേക്ക് വല്ല ഈയ ഒരുക്കി ഒഴിക്കേണ്ടി വരും ഞാൻ പാടുന്നത് നിർത്താൻ. അതിന് ഞാൻ സമ്മതിക്കൂ? എനിക്ക് 2 കൈയുള്ളതല്ലേ. ചുമ്മാ വന്ന് എൻ്റെ നിന്ന് മൈക്ക് പിടിച്ചുറക്കാൻ ഞാൻ നല്ല തല്ലിയാൻ കൊടുക്കും. അങ്ങനെയൊക്കെ ഇരിക്കെ എന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ എന്നല്ല, ഒരു കലാകാരനെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കലാകാരന്മാർ കലയെ ഉപാസിക്കും, അവർ പാടും, അവർ പ്രതിരോധിക്കും, അവർ പ്രതിഷേധിക്കും, അവർ മാറ്റങ്ങൾ കൊണ്ടുവരും, അവർ ആത്യന്തികമായിട്ട് എല്ലാ ചട്ടക്കൂടുകളെയും തകർക്കും, വീണ്ടും പൊളിക്കും, വീണ്ടും പണിയും. അതിനകത്ത് എല്ലാ സൃഷ്ടാക്കളുടെ കണ്ടന്റും വരും. അൺഫോർച്ചുനേറ്റ്ലി ത്യാഗരാജ സ്വാമിക്കില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത ഒരു സിനിമാ സംഗീത സംവിധായകനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ത്യാഗരാജ കീർത്തനത്തിന് 10,000-കണക്കിനുള്ള വ്യത്യാസങ്ങളിലാണ് കച്ചേരികളിൽ ആലപിക്കപ്പെടുന്നത്. അതിനില്ലാത്ത എന്ത് സവിശേഷതയാണ് സിനിമാ ഗാനശാലയ്ക്കുള്ളത്? അല്ലെങ്കിൽ മുത്തുസ്വാമി ദീക്ഷിതർ എഴുതിയൊരു സാഹിത്യത്തെക്കാളും കൂടുതൽ സവിശേഷതയാണ് ഒരു ആനുകാലിക കവി എഴുതിയ കവിതയ്ക്കുള്ളത്? ഇതെല്ലാം കാലക്രമത്തിൽ ആൾക്കാർക്ക് പ്രായോഗികമാക്കാനുള്ള മീഡിയംസ് അല്ലേ? അല്ലാതെ ചില്ലുകൂട്ടിൽ വെക്കാൻ, ഒരു പ്രിൻ്റ് ചെയ്ത് ചില്ലുകൂട്ടിൽ വെക്കാനാണോ കവിത എഴുതുന്നത്? അല്ലെങ്കിൽ ചുമ്മാ ഒരു വെർഷൻ മാത്രം ആർക്കൈവ് ചെയ്ത് വിനയിലുണ്ടാക്കി അതുമാത്രം കേട്ടാൽ മതി എന്ന് പറയാനാണോ ഒരു കമ്പോസർ പാട്ടുണ്ടാക്കുന്നത്? അതിനാണോ ഒരു ഗായകൻ പാടുന്നത്? എന്ത് മണ്ടത്തരമാണ് ഇതൊക്കെ! ഈ മണ്ടത്തരങ്ങളെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇപ്പം എന്നോട് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണത്. ഇപ്പോൾ കരുണ ചെയ്യുവാൻ എന്തു എന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ താങ്കൾ? രേമൻ തമ്മി. ഞാൻ എപ്പോഴും ലളിതമായിട്ട് ചോദിക്കുന്ന കാര്യം, അതിന് യദുല കാമ്പോജിയിലും ശ്രീരാഗത്തിലും പാടുന്നവരുണ്ട്. കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ. അതൊരു പ്ലീ പോലെയാണ്, ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വിങ്ങല് പോലെ. കരുണ ചെയ്യുവാൻ എന്തു താമസം എന്ന് ചോദിക്കുകയാണ് ശ്രീരാഗത്തിൽ പാടുമ്പോൾ. അത് തന്നെ കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ. അവിടെ പാടുന്നയാളുടെ വികാരം വളരെ കാരുണ്യമയമായിട്ട് കേണപേക്ഷിക്കുകയാണ്. കരുണ ചെയ്യുവാൻ, ഇതിന് രണ്ടിനും അസ്തിത്വമില്ലേ? ഇതിലിപ്പോൾ ഏതാണ് ഒറിജിനലിനോട് നീതി പുലർത്തിയത്? ഏതാണ് ഒറിജിനൽ ഇതിനകത്ത്? ഏത് ഇമോഷനാണ് കൂടുതൽ? ഇപ്പം ഞാനൊരു സംശയം താങ്കളോട് ചോദിക്കട്ടെ, ഇതിന് ഏത് ഇമോഷനെ താങ്കൾ കൂടുതൽ വാല്യൂ കൊടുക്കും? ഇപ്പം എന്നോട് പറയുന്നുണ്ടല്ലോ, പ്രാണസഖി കമ്പോസ് ചെയ്തപ്പോൾ ഒരു ഇമോഷൻ, എനിക്ക് ആ ഇമോഷൻ അല്ലെന്നേ ഫീൽ ചെയ്തത്. എൻ്റെ ഇമോഷനെ കുറച്ച് കാണാനുള്ള അവകാശം ആർക്കുമില്ല. ഞാൻ ഫീൽ ചെയ്യുന്നതാണ് എൻ്റെ ഇമോഷൻ. താങ്കൾ ഉണ്ടാക്കി വെച്ച ഇമോഷൻ തന്നെ എനിക്ക് കിട്ടണമെന്ന് നിർബന്ധം പിടിച്ചാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് കിട്ടുന്നതാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. എനിക്ക് ചിലപ്പം വളരെ സന്തോഷമുള്ള പാട്ട് കേൾക്കുമ്പോൾ കരച്ചിൽ വരും, അല്ലെങ്കിൽ വളരെ കരച്ചിലുണ്ടാക്കുന്ന ഒരു പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ആഹാ എന്ത് തിങ്കിങ് ആണ് എന്ന് തോന്നും. ഇതിനെയൊക്കെ വന്ന് എന്നോട് ചോദ്യം ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? എനിക്കിപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഇമോഷൻ അല്ല കിട്ടിയത്, എനിക്ക് വേറെ ഇമോഷനാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു പൊക്കോട്ടെ, കാരണം ചോദിച്ച സ്ഥിതിക്ക് ഇതെല്ലാം ഒരു ആർക്കൈവ് ചെയ്യാനുള്ള അവസരമാണല്ലോ. ഇത് പബ്ലിഷ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് പോലും എൻ്റെ വിഷയമല്ല ഇത്. പക്ഷേ ഒരു ആർക്കൈവല്ല എനിക്ക് സംസാരിക്കാൻ തോന്നിയ കാര്യമാണ്. പലപ്പോഴും പറയുന്നത് ഓരോ വാക്ക്, ആ വാക്കിനൊരു താളവും ഒരു മീനിങ്ങും ഉണ്ട്. അപ്പം ആ വാക്കിൽ ഒന്നും ചെയ്യരുത്. ഇത് എനിക്ക് ഏറ്റവും ചിരി വരുന്ന
ഒരു കാര്യമാണ്. ഒരു വാക്കിനെ എന്തെല്ലാം തലത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നറിയാമോ? അതിൽ ഏറ്റവും കോമൺ എക്സ്പ്രഷൻ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യം താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് എനിക്ക് ആരോ പറഞ്ഞതാണ്. മനതാരിൽ മാരിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ. ഇത് സ്ഥിരം പറയുന്നതാണ്. ഒരു പുഷ്പം എന്നുള്ള പാട്ട് നമ്മൾ ഇംപ്രൊവൈസ് ചെയ്യരുത്. കാരണം ട്യൂണിനും വരികളുടെ മീനിങ്ങിനും ഭയങ്കര ടൈറ്റ് കപ്ലിംഗ് ഉണ്ടെന്നാണ് ഒരു ഭാഷ്യം. അതുകൊണ്ട് ആ മീറ്ററിലുള്ളത് വെച്ചാലേ വരികളുടെ ഈ മനതാരിൽ മാരിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ എന്ന് പറയുന്ന ആ സാഹിത്യമില്ലേ, അത് ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന ഇമോഷൻസ്. ഒന്ന് വിരഹം, മനസ്സിൽ വരെ ഇനി എപ്പോൾ വരും, പക്ഷേ ഐ ഹാവ് ലോസ്റ്റ് ഓൾ ഹോപ്പ്. മലർമണം മാഞ്ഞു, മറ്റുള്ളവർ പോയി വന്നിട്ടില്ല, മനതാരിൽ മാരിക്കാർ മൂടിക്കഴിഞ്ഞു. ഇത് തന്നെ മനതാരിൽ മാരിക്കാർ മൂടുക എന്നുള്ള ഒരു എക്സ്ട്രീം ഡിപ്രസ്ഡ് സ്റ്റേറ്റ്, ലോസ് ഓഫ് ഓൾ ഹോപ്പ്, എക്സ്ട്രീം പാത്തോസ്. ഞാൻ കേൾക്കുമ്പോൾ ഒരു നോൺ റൊമാൻറ്റിക് ആയിട്ട് ഞാൻ ചിന്തിക്കുന്നു ഈ പാട്ടിനെ. ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ അമ്മയെക്കുറിച്ചാണ് എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ആ മമസഖി നീ എന്ന് വന്നു ചേരുന്നുള്ളത് പോയി, പക്ഷെ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വരുന്നത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഗ്രാൻഡ് മദർ പോയി. ആ ഒരു പാത്തോസ് എൻ്റെ മൈൻഡിലേക്ക് വരുന്നു. ആ പാടുന്ന സമയത്ത് ആ പാത്തോസ് ഞാൻ എക്സ്പ്രസ് ചെയ്യണ്ടേ? അപ്പം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യണോ? അപ്പം കവി ഭാഷ്യത്തിൽ ഇത് ഒരു പാട്ടിൽ നമ്മൾ പാടുമ്പോൾ വരുന്നത് പല 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 ഇമോഷൻസ് അല്ലേ? ആ സമയത്ത് എനിക്ക് ചില പാട്ടുകൾ എൻ്റെ ഗുരുവിനെ ഓർമ്മ വരും. അദ്ദേഹം ഇപ്പം ഇല്ല, ശ്രീ ചെമ്പൈക്കോദണ്ഡരാമ ഭാഗവതർ. അദ്ദേഹത്തെ ഓർമ്മ വരുമ്പോൾ പല പാട്ടുകളിലും വരുന്ന ഫീലിംഗ് ലോസ് ആണ്. എൻ്റെ ഗുരുവിനെ നഷ്ടപ്പെട്ടു. അവിടെയൊക്കെ എന്നോട് ആ സാഹിത്യത്തിൻ്റെ അർത്ഥത്തെ ചിന്തിക്കണം എന്നൊക്കെ ആർഗ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുമോ? ഞാനൊരു മനുഷ്യനല്ലേ. എനിക്ക് ആ നിമിഷം സാർ എനിക്ക് എങ്ങനെ പറഞ്ഞു തന്നു എന്നുള്ളതൊക്കെ ഓർമ്മ വരും. ഇത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ സാർ എൻ്റെ തൊട്ടുമുമ്പിലിരുന്ന് ഈ സംഗതി എന്നെ പഠിപ്പിച്ചതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ സമയത്ത് ആ വരിയിൽ രാമനെക്കുറിച്ചാണോ അല്ലെങ്കിൽ ഒരു രാധയെക്കുറിച്ചാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രണയിനിയെക്കുറിച്ചാണോ, അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മൈൻഡിൽ നിന്ന് അത് പോയി. എൻ്റെ മൈൻഡിൽ കടന്നു വന്നത് എൻ്റെ മുത്തശ്ശൻ എൻ്റെ മുമ്പിലിരുന്ന് ഹാർമോണിയം വായിക്കുന്ന കാഴ്ച, അല്ലെങ്കിൽ ഒരു നഷ്ടപ്രണയം. ഇതിനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ? ഹരീഷ് ഇങ്ങനെയേ ഫീൽ ചെയ്യാൻ പാടുള്ളൂ, ഈ ഒരു വരി ഇങ്ങനെയേ ഫീൽ ചെയ്യാൻ പാടുള്ളൂ. എങ്ങനെ പറയാൻ സാധിക്കും? ആ വരിയിൽ എൻ്റെ ജീവിതാനുഭവം, ഞാൻ കടന്നു വന്ന വഴികൾ, ആ വരികൾ എന്നിലുണ്ടാക്കുന്ന എൻ്റെ ഇമ്പാക്റ്റ് ഓഫ് ലൈഫ്. പ്രേമോദയങ്ങളിൽ നീയോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കൂ, എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. ഇതെനിക്ക് ഓർമ്മ വരുന്നത് ഹാർമോണിയ പെട്ടിയിൽ ഒരാൾ വായിച്ചപ്പോഴേ, ഗാനഗന്ധർവനാക്കൂ എന്നെ നിന്ന് പറഞ്ഞിട്ട് പെട്ടിയുടെ സൈഡിൽ 2 തട്ട്. ഈ പെട്ടി ഒന്ന് ലൂസാവും, കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, കട്ട ചെറുതായിട്ടൊന്ന് 2 തട്ടിട്ടിട്ട് എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. ഇതിപ്പോൾ ആ സംഗതി ഗാനഗന്ധർവനാക്കൂവിന് ഇത്രയും സംഗതിയൊക്കെ വേണമെന്ന് ചോദിക്കുന്നതിലൊക്കെ എന്തർത്ഥമാണുള്ളത്? ഞാൻ അവിടെ സംഗതി കിട്ടത് ആ വേറെ ഒരു പെർസ്പെക്റ്റീവ് നിന്നാണ് വരുന്നത്. വേറെ ആരോ വായിച്ചത് കേട്ടു, അതെന്നെ എഫക്റ്റ് ചെയ്തു. അല്ലെങ്കിൽ ഞാനിത് പറയാൻ പറ്റുന്ന വെച്ചാൽ ഓരോ കലാകാരനും ശ്രോതാവിനും ഓരോ പാട്ടിൻ്റെ വരികൾ, അതിൻ്റെ ട്യൂൺ, സിനിമയിൽ വരുന്ന സിറ്റുവേഷൻ, അവരുടെ ജീവിതാനുഭവം, അവർക്ക് വരുന്ന നഷ്ടങ്ങൾ, അവർക്ക് വരുന്ന വിജയങ്ങൾ, ഇതെല്ലാം ഓരോ മനുഷ്യനും ഓരോന്നാണ്. അങ്ങനെ ഇരിക്കുന്ന എന്നോടാണോ ഇത് കവി എഴുതിയത് ഈ ഒരു ഫീലിംഗിലാണ് ഹരീഷ് ആ ഫീലിംഗ് കൊടുക്കണം എന്ന് ആർഗ്യൂ ചെയ്യുന്നത്? പറ്റില്ല. ഹരീഷിന് വരുന്ന ഫീലിംഗ് മാത്രമേ ഹരീഷിന് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്കവിടെ കവി ഭാഷ എന്താന്ന് തന്നെ അറിയില്ല. അതിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പിന്നെ കവിത ചൊല്ലുകയല്ലല്ലോ രജനീഷ് ഭായി, ഞാനൊരു ട്യൂൺ പാടുകയല്ലേ. ഇത് തന്നെ ഒരു വയലിനിസ്റ്റിന് കൊടുത്താൽ അയാൾ എന്ത് വരിക ആലോചിക്കുന്നതെന്ന് എനിക്കറിയില്ല. അയാളൊരു മെലഡി ആയിട്ടത് വായിച്ചു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിത് താങ്കൾ പോയി കാണേണ്ടതാണ്. ഒരു കശ്മീരി വ്യക്തി, സരോദ് വായിക്കുന്ന വ്യക്തി, അയാളുടെ പോസ്റ്റ് എന്താണെന്നറിയോ? ഞാൻ പണ്ട് ഗുരുവായൂർ പോയപ്പോൾ എൻ്റെ മുറിയിൽ ഞാനിരുന്നപ്പോൾ തൊട്ടപ്പുറത്തെ കാസറ്റ് കടയിൽ നിന്ന് ദ്വിജാവന്തി രാഗത്തിലൊരു മനോഹരമായ പാട്ട് പ്ലേ ആവുന്നു. എൻ്റെ മൈൻഡിൽ ആ പാട്ടങ്ങ് നിറഞ്ഞു. അയാൾ എഴുതിയേക്കുന്നത്, ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്,
ആ ട്യൂൺ ഒരു 10 നിമിഷം കൊണ്ട് എൻ്റെ മൈൻഡിൽ അങ്ങ് നിറഞ്ഞു. പിന്നെ ഞാൻ എപ്പോഴോ ആ ട്യൂൺ മറന്നു. പിന്നെ ഒരു ദിവസം എണീറ്റപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് വെച്ച് ഞാൻ ആ ട്യൂണൊന്ന് വായിക്കാം. എനിക്ക് മലയാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഏത് പാട്ടാണെന്നൊന്ന് പറഞ്ഞു തരാം. പാട്ട് ഒരു നേരമെങ്കിലും എന്നുള്ള ഭക്തിഗാനമാണ്. ഈ വ്യക്തി ഒരു നേരമെങ്കിലും എന്നുള്ള പാട്ടിൻ്റെ വരികൾ അറിയില്ല. അത് ഗുരുവായൂരപ്പനെ കുറിച്ചുള്ളൊരു ഭക്തിഗാനമാണെന്ന് അറിയില്ല. ഏത് പാട്ടാണെന്ന് അറിയില്ല. ആര് കമ്പോസ് ചെയ്തതാണെന്ന് അറിയില്ല. ആര് പാടിയതാണെന്ന് അറിയില്ല. എന്താണ് അറിയാവുന്നത്? ദ്വിജാവന്തി രാഗത്തിലെ ഒരു, പറയുമ്പോൾ ഗൂസ് ബംസ് ആണ്, ഒരു ഹൃദയം തുളച്ച് കയറുന്ന ഒരു മെലഡി മനസ്സിലങ്ങ് സഞ്ചരിച്ചു. അതങ്ങ് ഹൃദയത്തിൽ ഫില്ലായത് ഒരുപാട് ദിവസം കഴിഞ്ഞ് കയ്യിലങ്ങ് വരികയാണ്. അവനത് ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ നിന്നാണെന്ന് അറിയില്ല ഈ വായിക്കുന്ന വ്യക്തിക്ക്. പക്ഷെ ആ വായിക്കുന്ന കേട്ടാലുണ്ടല്ലോ ഭായി, നിങ്ങളുടെ കണ്ണിൽ കണ്ണീര് വരും. ഇതൊക്കെ കൊണ്ടാ പറയുന്നത്, ഒരു ആർട്ടിസ്റ്റിനെ അയാളുടെ സെൽഫ് ആക്ച്വലൈസേഷനെ ചാലഞ്ച് ചെയ്യരുത്. വരികളില്ലാതെ ചിലർക്കൊക്കെ ചില പാട്ടുകൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ചിലർക്ക് വരികൾ മാത്രമാണ്. ചിലർക്ക് വരികളും സംഗീതവും സ്ക്രീനിൽ വരുന്ന ആളുകളുമാണ്. സിനിമ കണ്ടവർക്ക്. ഇപ്പം എന്നോട് പലപ്പോഴും പറയുന്നത്, ഒന്നാം രാഗം പാടി വരുമ്പോൾ എൻ്റെ ഹരീഷേട്ടാ, അതാ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഒരു സാധാ തൃശ്ശൂർക്കാരൻ വടക്കുന്നാ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഒരു തോർത്തൊക്കെ ഇട്ടിട്ട് നടക്കുമ്പോൾ പാടുന്ന പാട്ടാണ്. അതിനെയാണ് നിങ്ങളിങ്ങനെ ഒരു കച്ചേരി പോലെയൊക്കെ പാടുന്നത്. ശരിയായ പരിപാടിയാണോ? അതിനുള്ള മറുപടിയാണ് പറയുന്നത്, എൻ്റെ പൊന്നുമോനെ, ഞാൻ ആ പാട്ട് പാടുമ്പോൾ എനിക്ക് വടക്കുന്നാഥൻ അമ്പലവും കാണുന്നില്ല, എനിക്ക് മോഹൻലാലിനെയും കാണുന്നില്ല, എനിക്ക് പാർവതിയെയും കാണുന്നില്ല, എനിക്ക് യാതൊന്നും കാണുന്നില്ല. എനിക്ക് രീതി കോളേജിലൊരു പാട്ടാണ് കേൾക്കുന്നത്. ഞാനിപ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾക്കത് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുമോ? എന്നെ വിളിച്ച്, ഇല്ല ഹരീഷേട്ടാ ആ ഫീലിംഗ് എല്ലാം ഡിസ്കൗണ്ട് ചെയ്യണം, കാരണം സിനിമയിൽ വന്ന ആ സാധനം മാത്രമേ. അത് പറ്റില്ല. അത് നടപടിയാവാത്ത കാര്യം. അതുകൊണ്ടാണ് അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫീലിംഗ് ഓരോ ആർട്ടിസ്റ്റിനും ഓരോ ശ്രോതാവിനും വേറെ വേറെയാണ്. ഒരു കലാകാരന് ചെയ്യാവുന്ന ഇതുകൊണ്ട് തന്നെയാണ് ഈ കമ്മ്യൂണിറ്റി വൈസുള്ള ഭേദം, ജാതി വൈസുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് എലീറ്റിസം. ചില പാട്ടുകൾ പാടരുത്, വൻ കോമഡിയാണ്. എന്നാൽ ലജ്ജാവതിയെ, എന്നോട് ഒരുത്തൻ ചോദിച്ചു, ഈ ലജ്ജാവതിയെ എങ്ങനെ പാടാൻ പറ്റുമോ? എടോ, ലജ്ജാവതിയെ അങ്ങനെ പാടരുത്. ഓരോ സാധനത്തിനും അതിൻ്റേതായ ഒരു ആർട്ടിസ്റ്റിന് ഫീൽ ചെയ്യുന്ന മീറ്റർ ഉണ്ട്. എനിക്ക് ഫീൽ ചെയ്യാതല്ലേ വെറുതെ ചുമ്മാ ആരെയും തോൽപ്പിക്കാൻ വേണ്ടി ലജ്ജാവതിയെ കാമ്പോജിലാവത്തി പാടാൻ പറ്റുമോ? അത് എനിക്കും കൂടെ തോന്നണ്ടേ? എനിക്ക് തോന്നിയതുകൊണ്ട് മാനസനിലയിൽ അങ്ങനെ പാടി. ലജ്ജാവതിയെ അങ്ങനെ പാടാൻ തോന്നിയില്ല, അതുകൊണ്ട് പാടിയില്ല. അതേ സമയത്ത് 100 ആശകൾ ജാസി ഗിഫ്റ്റ് സാർ തന്നെ ചെയ്ത പാട്ടാണ്. അത് വരുമ്പോൾ എനിക്ക് വേറെ പോലെ പാടാൻ തോന്നി. അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞാൽ, എല്ലാ തരത്തിലുള്ള ഈ എലീറ്റിസ്റ്റ് മെൻറ്റാലിറ്റിയും എൻ്റെ അഭിപ്രായത്തിൽ ജാതിവാദമാണ്. അത് ജാതി പറയുമ്പോൾ മാത്രമല്ല അത് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഒരു പാട്ട് പാടുമ്പം അതിങ്ങനെ പാടരുത്, അങ്ങനെ മാത്രമേ നിർത്താവൂ, ഇങ്ങനെ നിൽക്കാവൂ, അല്ലെങ്കിൽ ഈ പാട്ടിങ്ങനെ, മലയാളികൾക്കൊരു പ്രത്യേക ക്യാരക്ടറാണ്. വടി പോലെ നിന്ന് പാടിക്കഴിഞ്ഞാൽ ഒരു പൊടിക്ക് സ്നേഹം കൂടും ആർട്ടിസ്റ്റിനോട്. എടോ, വടി പോലെ നിന്ന് പാടി സന്തോഷം കിട്ടുന്ന ആൾക്കാർ വടി പോലെ നിന്ന് പാടും. ചിലർ കണ്ണടച്ച് ഓഡിയൻസിനെ നോക്കാതെ ഒരു ഫുൾ പാട്ട് പാടും. ചിലർ ഡാൻസൊക്കെ കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് സ്റ്റേജ് ഉടനെ. ഹരിജി പാടുന്ന കണ്ടിട്ടുണ്ടോ? നടന്ന് പുള്ളി ഓർക്കസ്ട്രക്കാരെയൊക്കെ നോക്കി ചിരിച്ച് എൻജോയ് ചെയ്ത് അവർക്ക്. ഇതിപ്പോ ഏതാണ് യഥാർത്ഥത്തിൽ കലാകാരന് അലൗ ചെയ്യപ്പെട്ടിട്ടുള്ളത്? അതൊക്കെ ആർട്ടിസ്റ്റിൻ്റെ ഇഷ്ടമല്ലേ? ചിലർക്ക് തുള്ളണം തോന്നുന്നു, അവർ തുള്ളുന്നു. ചിലർ വെറുതെ നിൽക്കണം തോന്നിയാൽ നിൽക്കുന്നു. ചിലർ കസേര വലിച്ചിട്ടിരിക്കുന്നു. ചിലർ ചമ്പ്രം പണി. അതാണ് എന്നോട് പറയാറുണ്ട്, ഈ രംഗപുര വിഹാരമൊക്കെ പാടുമ്പോൾ ചമ്പ്രം പണിച്ചിരിക്കണം. എൻ്റെ പൊന്നു മാഷേ, ഇതൊക്കെ നടപടിയാവുന്ന കാര്യമാണോ? ഞാൻ പറയുന്നത്, ചെരുപ്പിട്ടുകൊണ്ട് പാടിയാൽ കുഴപ്പമായി, പക്ഷെ ബാത്റൂമിൽ നിന്ന് പാടിയാൽ കുഴപ്പമില്ല. നിങ്ങളൊക്കെ ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത്? എന്ന് വെച്ചാൽ വിസർജനം നടത്തുന്ന മുറിയിൽ നിന്ന് ഭക്തിഗാനം പാടുമ്പോൾ നിങ്ങൾക്ക് വരുന്ന അതിന് അങ്ങനെയാണോ അതിനെ കാണുന്നത്? ഭക്തി എന്ന് പറയുന്ന മനസ്സിൽ നിന്ന് വരുന്നൊരു കാര്യമല്ലേ? ഏത് നിമിഷവും മനുഷ്യന് വന്നൂടെ, ഉറക്കത്തിൽ വന്നൂടെ. ഒരു ബിലീഫുള്ള മനുഷ്യന് ഇന്ന സമയത്തെ ഭക്തി വരാവൂ എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇതിനെയൊക്കെ ഇങ്ങനെ പെഡഗോജൈസ് ചെയ്യാൻ പറ്റുമോ? ഒരു അക്കാഡമിക്കായിട്ട് കാണേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ? എൻ്റെ അഭിപ്രായം, ഞാനിത് തുടർന്നും രജനീഷ് ഭായി പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇത് പറയേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യമാണ്.
അപ്പം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ ഇതിനെ വിമർശനമായിട്ട് കണക്കാക്കാത്തത്. വിമർശനത്തിൻ്റെ ക്വാളിറ്റി എന്താണ്? മെറിറ്റ് ഉണ്ടാവണം. പറയുന്ന സബ്ജക്റ്റിൽ ഉള്ള മെറിറ്റ് ഉള്ളതിനാണ് വിമർശനം. ബാക്കിയൊക്കെ അഭിപ്രായം. ഈ അഭിപ്രായത്തിനെ വിമർശനമായിട്ട് കണക്കാക്കി റെസ്പെക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം രാത്രിയാണെന്ന് ഞാൻ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളതിനെ വിമർശനമായിട്ട് കണക്കാക്കി നിങ്ങളതിനെ കൺസിഡർ ചെയ്യൂ? ഒരിക്കലും. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഇരിക്കുന്ന ഒരു മീശയും താടിയും വെച്ചൊരു വ്യക്തി അവിടെ ഇരിക്കുന്നു, ഞാൻ പറയുന്നു അയാൾ ഗർഭിണിയാണെന്ന്. നിങ്ങൾ അയാളുടെ പോയി അയാൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യൂ? ഇതൊക്കെ ഒരു യുക്തിയില്ലേ? നമുക്ക് മനുഷ്യന് അപ്ലൈ ചെയ്യുന്നൊരു യുക്തിയില്ലേ? ആ യുക്തി അങ്ങ് അപ്ലൈ ചെയ്യണം. അപ്പോൾ പറയുന്ന എല്ലാത്തിനെയും വിമർശനമായിട്ട് എങ്ങനെയാണ് കാണുന്നത്? ചിലതൊക്കെ വിമർശനമാണ്, അതൊരു വിമർശനമായിട്ട് കാണാം. ചിലതൊക്കെ വൃഥാ അഭിപ്രായങ്ങൾക്ക് അതിൻ്റെ ബഹുമാനം കൊടുക്കാൻ പറ്റും. ഈ ഇപ്പോൾ കയ്യിൽ മൊത്തം ടാറ്റു, ക്യൂടെക്സ് ഇട്ടിട്ടുണ്ട്. കന്നഡ എന്ന് പറയുന്നത് മോഡേൺ ആയിട്ടുള്ളൊരു കന്നഡയായിട്ട് മനസ്സിലാക്കുന്ന കന്നഡ. ഇതൊക്കെ ഒരു തരത്തിൽ സ്റ്റൈലാണോ അതേ ഒരു സന്തോഷമാണോ? 10 പേര് കണ്ടാലും വ്യത്യാസം അറിയണ്ടേ? പ്രത്യേകിച്ച് വേറെ കഴിവൊന്നും ഇല്ലാത്തവർ ചെയ്യുന്നൊരു കാര്യം. ഒരു സ്ഥലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ 4 പേര് കാണണം എന്നുള്ളത് എൻ്റെ ആവശ്യം. അല്ലെങ്കിൽ ഒരു പബ്ലിക് ലൊക്കേഷനിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടെന്നുള്ളത് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ആർട്ട് സീനിൽ ത്രൈവ് ചെയ്യണം എന്ന് നിർബന്ധമുള്ള ഒരാൾക്ക് ക്ലട്ടർ ബ്രേക്ക് ചെയ്യുക നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്യേണ്ട. ഞാനിപ്പോൾ ക്ലട്ടർ ബ്രേക്ക് ചെയ്യാനല്ലേ ബ്രോ നമ്മളൊക്കെ ഈ കഷ്ടപ്പെടുന്നത്? ഇപ്പോൾ താങ്കളുടെ ഇൻ്റർവ്യൂ ആൾക്കാർ കേൾക്കുന്നതിൻ്റെ മെയിൻ കാരണം ക്ലട്ടർ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടല്ലേ? താങ്കളും ഇതേപോലെ റൺ ഓഫ് ദ മില്ലായിട്ട് ഒരേ സാധനം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ആട്ടിൻ പറ്റത്തിൽ പോകുന്ന ഒരു രീതിയല്ലേ ആവത്തുള്ളൂ. ഈ ക്ലട്ടർ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ. പിന്നെ ഇത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന കോൺഫിഡൻസ് അതെൻ്റെ ആർട്ടിലും എൻ്റെ ലൈഫിലും റിഫ്ലക്റ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഇങ്ങനെ പോയി നിൽക്കുന്നത്. എനിക്കൊരു കഴിഞ്ഞ ഒരു 9 മാസം മുമ്പ് ഒരു വിഗ് ഉണ്ടായിരുന്നു. കാരണം ഈ മുടി ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് പോയി നിൽക്കാൻ കോൺഫിഡൻസ് ഇല്ല. പെട്ടെന്നൊരു ദിവസം ഇരുട്ടി വെളുത്തപ്പോൾ കോൺഫിഡൻസ് ആയി. ഇപ്പോൾ TV താങ്കളെ പോലെ ഇത്രയും റീച്ചുള്ള ഒരു ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇവിടെ മൊത്തം കഷണ്ടിയാ, സൈഡിലൂടെ ഒന്നും മുടിയില്ല, ഇതൊന്നും ഇനി വളരത്തുമില്ല. ഇങ്ങനെ വന്നിരിക്കാൻ ഇപ്പോൾ കോൺഫിഡൻസ് ആയി. 9 മാസം മുമ്പ് കോൺഫിഡൻസ് ആയിരുന്നില്ല. കോൺഫിഡൻസ് ഇല്ലായിരുന്നപ്പോൾ വിഗ് വെച്ചു, കോൺഫിഡൻസ് വന്നപ്പോൾ വിഗ് എടുത്ത് കളഞ്ഞു. അത്രേ ഉള്ളൂ. കുടുംബത്തെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. കുടുംബത്തെക്കുറിച്ച് കൂടെ പറയും. ഇവിടെ ബാംഗ്ലൂര് ഭാര്യ ആശ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. മകൾക്ക് 13 വയസ്സ്, 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് പോകും ഈ ടേം കഴിയുമ്പോൾ. പിന്നെ ഞങ്ങളുടെ കൂടെ മക്കളും കൊച്ചുമക്കളുമായിട്ട് 7 പൂച്ചകൾ അതൊക്കെ കാണാൻ പറ്റും. അതാണ് എൻ്റെ ഇവിടുത്തെ കുടുംബം. എൻ്റെ വീട്ടില് ഞാൻ ഒറ്റ മകനാണ്. എൻ്റെ അച്ഛനമ്മ അവർ എറണാകുളത്താണുള്ളത്. അച്ഛനും അമ്മയും അവിടെയാണ്. അവർ വരും ഇടയ്ക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ ഇങ്ങോട്ട് വരും, ഞാൻ അങ്ങോട്ട് പോവും. പക്ഷേ എനിക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല. ഞാനപ്പോൾ കഴിയുന്നതും മാക്സിമം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവിടെ പോയിട്ട് വരും. അപ്പോൾ അച്ഛൻ ഒരു പഴയ മ്യൂസീഷ്യനാണ്, മൃദംഗം പ്ലെയറാണ്. അച്ഛൻ്റെ ഫാമിലിയിൽ കുറേ പേരിങ്ങനെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഹാർമോണിസ്റ്റാണ്. ഗ്രാൻഡ് ഫാദറിൻ്റെ മദറിൻ്റെ സൈഡിലെല്ലാവരും ഹാർമോണിയം വയലിനൊക്കെ പ്ലേ ചെയ്തിരുന്ന അങ്ങനെ കുറേ പേര് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ മ്യൂസിക്കായിട്ട് ഉള്ളവരുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു ചെറിയ ഈ ജോലി ഇപ്പോഴും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഹരീഷ് എന്നുള്ളത് എനിക്ക് പലപ്പോഴും ചലഞ്ചിങ് ആയി തോന്നിയിട്ടുണ്ട്. ഇത്രയും ഷോസ് ചെയ്യുമ്പോഴും ഈ ജോലി വളരെ കൃത്യമായിട്ട് ചെയ്തു പോകുന്നൊരു ഉദ്യോഗസ്ഥനാണ് ശരിക്കും പറഞ്ഞ്. കൃത്യമായിട്ട് എനിക്ക് 1ാം തീയതി ശമ്പളം കിട്ടും. അതൊരു ഭയങ്കര ബോണസാണ്. ഇത് 1ാം തീയതി SMS കിടക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ എൻ്റെ സാറേ എന്നൊക്കെ പറഞ്ഞ പോലെ. അതുകൊണ്ട് ജോക്സ് എപ്പാട്ട് ഞാനിപ്പോൾ 23ാമത്തെ വർഷമാണ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ. ഞാൻ 2002 തൊട്ട് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നത് ആളാണ്. കമ്പനിയിൽ ലീഡിംഗ് പൊസിഷനിലാണെന്ന് അറിയാം. ഇപ്പോൾ ക്രെഡ് എന്നുള്ളൊരു കമ്പനി, ഞാൻ അതിൻ്റെ ഫൗണ്ടിങ് ടീമിൻ്റെ മെമ്പറാണ്. ഡിസൈനും മാർക്കറ്റിങ്ങും നോക്കി നടത്തുന്നത് ഇപ്പം ഞാനാണ് ആ ടീമിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഇതിന് മുന്നേ ഒരു 2-2.5 കൊല്ലത്തോളം ഗൂഗിൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചു. പിന്നെ ഒരു 10 വർഷത്തോളം അഡോബി നമ്മൾ ഫോട്ടോഷോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതിൽ 10 കൊല്ലം പ്രവർത്തിച്ചു. മിന്ത്രയിൽ കുറച്ച് കാലം പ്രവർത്തിച്ചു. പിന്നെ ഫ്രീ ചാർജ്, സ്നാപ്ഡീൽ, ആ 2 സ്റ്റാർട്ടപ്പുകളിൽ കുറച്ച് കാലം പ്രവർത്തിച്ചു. അപ്പോൾ ഇപ്പോൾ ഈ മ്യൂസിക്കിൻ്റെ സീൻ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഈ IT ഇൻഡസ്ട്രിയിലുള്ളവർ ഭൂരിപക്ഷം എന്നെ അറിയുന്നതൊരു എഞ്ചിനീയർ, ഡിസൈനർ എന്നുള്ള നിലയ്ക്കാണ്. പലർക്കും എനിക്ക് തോന്നുന്നത് ഈ ഒരു സീനിലുള്ള പലർക്കും എനിക്കൊരു മ്യൂസീഷ്യൻ കരിയർ ഉണ്ടെന്ന് അറിയുന്നവരും അറിയാത്തവരും തന്നെ കുറേ പേരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക്
ഒരു ഓവർലാപ്പും ഇല്ല. ഞാൻ പാടുന്ന സ്ഥലങ്ങളിലൊന്നും അവർ വരില്ല, ഞാൻ പാടുന്ന പാട്ടിലല്ല അവർ കേൾക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഹരീഷ് പാടുമോ എന്ന് ഒരുപാട് വർഷം എന്നെ അറിയുന്ന ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് റീസെൻ്റ്ലി. അപ്പം അതേപോലെ തിരിച്ച് എന്നെ മ്യൂസിക്കലി അറിയുന്ന പലർക്കും എനിക്ക് ജോലി ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല. അത് ഏറ്റവും വലിയ കോമഡി, ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കമ്പനി മറ്റേ 2021 IPL നമ്മുടെ കമ്പനി സ്പോൺസർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സ്പോൺസറിൻ്റെ ഭാഗമായിട്ട് ഒരാൾ പോകണം. അപ്പോൾ ഞാനാണ് പോയത്. അപ്പോൾ ഞാൻ കമ്പനിയുടെ പ്രതിനിധിയായിട്ടാണ് പോയത്. ഇപ്പോൾ പോയി അത് TV വന്നു. അപ്പോൾ അതാരോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് ICUലോ ട്രോൾ റിപ്പബ്ലിക്കിലോ അങ്ങാണ്ട് ഏതൊരു ഞാൻ സ്ഥിരം ഫോളോ ചെയ്യുന്ന ഏതോ ഒരു ട്രോൾ പേജിനകത്ത് ഒരു രസികൻ ട്രോളായിട്ടാണ് അത് വന്നത്. കവർ പാടുന്നവരെയൊക്കെ ഇപ്പോൾ IPL സമ്മാനം കൊടുക്കാൻ വിളിക്കുന്നുണ്ട്, കാലം പോയ ഒരു പോക്ക് എന്ന് പറഞ്ഞൊരു അതിൽ കുറേ ലൈക്കും ആൾക്കാർ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇതെങ്ങനെ. അപ്പം അതിൻ്റെ താഴെ ഞാൻ പോയിട്ട് ഇങ്ങനെ പറഞ്ഞാന്ന് കുറച്ച് പൈസ IPL നമ്മൾ അങ്ങോട്ട് കൊടുത്തായിരുന്നു സ്പോൺസർഷിപ്പായിട്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്കൊരു അവസരം തന്നതാണ്, കവർ പാടിയതിന് തന്നതല്ല. അതിന് കിട്ടിയ കോടികൾ എന്ന് പറഞ്ഞ് ഞാനൊരു മുണ്ടിൻ്റെ കുറേ പടം എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ആയിരുന്നു. മറ്റേ ഇത്രയും കോടി അലമാരക്കകത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി കോടിയൊക്കെ കമ്പനി കൊടുത്തതാണ്, നമ്മുടെ അല്ല എന്നുള്ള രീതിക്ക്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഹരീഷ് ഇതിനകത്ത് സജീവമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത്രയും ടൈം എവിടെന്നാ? അതൊരു രസമല്ലേ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളുമായിട്ട് നമ്മൾ ടച്ചിലിരിക്കുന്നത് സോഷ്യൽ മീഡിയ. ഫേസ്ബുക്ക് ഭയങ്കര ടോക്സിക് ആണ്. ഇപ്പോൾ ഞാൻ കഴിയുന്നതും ഫേസ്ബുക്ക് ഇപ്പോൾ ഒഴിവാവലാണ് പതിവ്. എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ടോക്സിറ്റിയേക്കാളും കൂടുതൽ എന്ന് വെച്ചാൽ ഒരു പ്രായഭേദമന്യേ ഒരു കൊച്ചു പിള്ളേരെ പോലും അങ്ങ് ക്യാരക്ടർ അസോൾട്ട് ചെയ്ത് കൊല്ലുന്ന തരം മാനസിക വൈകല്യമാണ് ഫേസ്ബുക്കിൽ. ഇൻസ്റ്റഗ്രാം പൊടിക്ക് ഭേദമാണ്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ ഈ ആൾക്കാരൊക്കെ കൂടെ ക്രോസ് ഓവർ ചെയ്ത് വരുന്നുണ്ട്, പേടിയാവുന്നുണ്ട് അതുകൊണ്ട്. പക്ഷേ ഫേസ്ബുക്കിലുള്ള ഒരു നെഗറ്റിവിറ്റി കാണുമ്പോൾ ഉപേക്ഷിക്കാൻ പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെ തോന്നുന്നു യുവന്മാരൊക്കെ ഇവിടെ ഉള്ള സ്ഥിതിക്ക് നമ്മളും കൂടെ അവിടെ നിൽക്കണം എന്ന് തോന്നുന്നതുകൊണ്ട് അവിടെ നിൽക്കുന്നു. നമ്മുടെ പ്രസൻസോടെ അല്ലല്ല, കാരണം ഇവർ അല്ലെങ്കിൽ പിന്നെ ഇവർ ഈ പറഞ്ഞ പോലെയാണ്, ഭയങ്കരമായിട്ട് നരേറ്റീവ് ബിൽഡ് ആവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് നെഗറ്റീവ് ബിൽഡ് ആവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കാരണം ഒട്ടും ബോധമില്ലാതെ ആൾക്കാർ മോബ് മെൻറ്റാലിറ്റിയിൽ പ്രതികരിക്കുന്ന, അതുപോലെ ഒരു വലിയ മറ്റേ ഈ വെട്ടുകിളി വേട്ടയാടൽ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ പറയണ്ട, നിങ്ങൾ മീഡിയ ഇൻഡസ്ട്രിയിലുള്ള ഒരു സീനിയർ വ്യക്തി എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് ഇത് അറിയാം. കുറവാണ് ഫേസ്ബുക്ക് നിർത്തിയ അവസ്ഥയാണ്. വല്ലപ്പോഴും ഞാനിങ്ങനെ എനിക്ക് ട്രിഗർ ആകുമ്പോൾ ആരെങ്കിലും പോയി ഒന്ന് ട്രിഗർ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ മലയാളത്തിലൊരു പോസ്റ്റ് ഇടും. അത് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ട്രിഗർ ആവും, അവളുടെ അടുത്ത് കൊള്ളും ചിലയിടത്തൊക്കെ. പിന്നെ അത് പലപ്പോഴും പിന്നെ ചിലപ്പോൾ ചില നല്ല സംഭാഷണങ്ങളിലേക്ക് അത് മാറും. ചിലർ ഒന്ന് പറയും ഹരീഷ് അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് കുറച്ച് കൊള്ളാവുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ ഫേസ്ബുക്കിൽ. അങ്ങനെ എല്ലാവരും മോശം നല്ലല്ലോ. പക്ഷെ അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉള്ള അവസരമൊക്കെ. ഒരു പാട്ടും കൂടെ പാടിയിട്ട് വിടാം. പിന്നെന്താ, ഏത് പാട്ട്? വെളുപ്പിന്. വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രനു പാലൂട്ട്. വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രനു പാലൂട്ട്. വള്ളുവനാട്ടിലെ സുന്ദരി പെണ്ണിന് കല്ലടിക്കോട്ടുന്ന കല്യാണം. 10 വെളുപ്പിന് മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. ഹരീഷ് ഈ പാട്ട് പാടുന്നതിലൂടെ ആ പാട്ട് സ്വയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനെ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഞാനത് കുറച്ച് ബോധ്യത്തിലാണത് പറയുന്നത്. കാരണം ഈ പാട്ട് റീവിസിറ്റ് ചെയ്യുന്നതിന് ഒരു കാരണമെന്ന് പറയുന്നത് ഹരീഷ് കൂടിയാണെന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ് എനിക്കും. കാരണം അതൊക്കെ ഈ പറഞ്ഞ പോലെ അതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ നിമിത്തം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. whenever you can bring it back to public consciousness. നമ്മളൊരു മെസ്സഞ്ചർ മാത്രമാണ്. നമ്മൾ ആ പാട്ട് നമ്മളിലൂടെ സഞ്ചരിക്കുന്നു, അല്ലാതെ പാട്ട് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമെന്നല്ലോ. ആ ഒരു മെലഡിയും ആ ഒരു പാട്ടും ഇപ്പം എൻ്റെ വോയിസിലൂടെ സഞ്ചരിച്ചു, അത് നാളെ വേറൊരു വോയിസിലൂടെ സഞ്ചരിക്കും. സഞ്ചരിച്ച് ആ പാട്ട് ഇമ്മോർട്ടലായിട്ട് എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ. ഈ ചെറിയ റിയാലിറ്റി ഷോയിലെ 10, 17, 16 വയസ്സുള്ള പിള്ളേരൊക്കെ ഈ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ അവരൊന്നും ജനിച്ചിട്ടില്ല. ഈ പാട്ട് വരുമ്പോൾ 2000-ലും 2003-ലും ജനിച്ച കുട്ടികളൊക്കെ ഈ പാട്ട് ഇപ്പോഴും പാടുന്നതൊക്കെ എക്സാമ്പിൾ. ആ പാട്ടൊക്കെ ഇമ്മോർട്ടലാണ്, അമരത്വം നേടിക്കഴിഞ്ഞ പാട്ടുകളാണ്. അതിൻ്റെ ഒരു വാഹകനായി, ഒരു മെസ്സഞ്ചറായിട്ട് ഞാനും ഉണ്ട്.
ഇനി മുമ്പോട്ടേക്കും ശബ്ദവും ചെവിയും അനുവദിക്കുന്ന കാലം വരെ ഒരു മെസ്സഞ്ചറായിട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ തുടരട്ടെ. ഇപ്പോൾ ഹരിഹരൻ സാറിനെ കാണാൻ പോകുന്ന എൻ്റെ ഒരു സന്തോഷം കൂടെ തീർച്ചയായിട്ടും കാണാൻ പറ്റട്ടെ അദ്ദേഹത്തെ. നേരത്തെ പോകുന്നുണ്ട്, ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. തിരക്കായിരിക്കും അദ്ദേഹത്തിന്. എന്നാലും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്കും ചില കാര്യങ്ങൾ എന്താ പറയുക ഒരു സന്തോഷം കിട്ടുന്നുണ്ട്, ചില കാര്യങ്ങൾ ഓർക്കാനും പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എന്നെ പോലെ ഒരു ഫാൻ ബോയ്ക്ക് ഒരു വലിയ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ. ഇപ്പം ഈ ഒരു മനസന്തോഷമാണ്. ഞാനിപ്പോൾ വൈറ്റ് ഫീൽഡിലല്ലേ ഇരിക്കുന്നത്. ഇവിടുന്ന് ജസ്റ്റ് മഹാദേവപുരം വരെ പോയാൽ മതി, വെറും ഒരു 5 കിലോമീറ്റർ ദൂരത്തിൽ ഹരിജി ഉണ്ട് എന്നുള്ളതൊരു ഭയങ്കര ഫീലിംഗ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും ഒരേ ദിവസം ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഉള്ളത്. എന്നോട് സംസാരിച്ചതിന് ഒരുപാട് സന്തോഷം, ഒരുപാട്. അതുപോലെ എന്നെ കയറൂരി വിട്ടതിനും ഒരുപാട് നന്ദി. കാരണം അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഒരു സ്ട്രക്ചറിലുള്ള തിങ്ക് ചെയ്യുന്ന ആളല്ലാത്ത കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എത്രത്തോളം കൊഹീസീവ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എത്രയും ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണ്. അതിനൊരു മീഡിയം താങ്കൾ എനിക്ക് തന്നു. അതൊരു വലിയ കാര്യമാണ്. കാരണം ഇങ്ങനത്തെ മീഡിയമാണ് കിട്ടാത്തത്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ജസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് താങ്ക് യു ഫോർ ഗിവിങ് മീ ദാറ്റ് പ്ലാറ്റ്ഫോം, ദാറ്റ് മീഡിയം. അത് മുഴുവനും എൻ്റെ തലച്ചോറിൽ തന്നെ ഉണ്ട്. കാരണം അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ഓപ്പണപ്പായിട്ട് നമ്മൾ ഡിസ്കഷൻസിൽ പങ്കെടുക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ മുന്നോട്ട് പോക്കിന് നല്ലതാണ്. അങ്ങനെ തന്നെ സഞ്ചരിക്കട്ടെ. അതുപോലെ താങ്ക് യു ഫോർ ഡൂയിങ് ദിസ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. ഇങ്ങനെ തന്നെ ഒരുപാട് സമയം മുമ്പോട്ടേക്ക് പോകാനും കുറേ പേരെയൊക്കെ ഇങ്ങനെ സംസാരിച്ച് അവരുടെ പെർസ്പെക്റ്റീവ്സ് മുമ്പിലേക്ക് നമ്മളിലേക്ക് എത്തിക്കാനും സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.